Right. Good morning. Good morning. Thank you so much for joining. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഹൗ വാസ്? ഓക്കെ, ആരും ലീവ് ചെയ്യരുത്. നമ്മുടെ സെഷൻ ശരിക്കും പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത ചാലഞ്ചസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നലത്തെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കേൾക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരു കാരണവശാലും ഇന്നത്തെ ക്ലാസ്സിലൊന്നും മിസ്സാവരുത്. ഡോണ്ട് മിസ് ദിസ് ആൻഡ് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു വർഷത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഡെയിലി പ്ലാനിങ് നടത്തുന്നത്, നമ്മുടെ ഗോൾസുകൾ എങ്ങനെ എഴുതി വെക്കുന്നത്, അതെങ്ങനെ ഫിനിഷ് ചെയ്ത് പോകുന്നത്, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നു. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദാറ്റ്. സോ ടുഡേ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇഫ് യു റെഡി, ലെറ്റ്സ് ബിഗിൻ. റെഡി ആണോ? കാണാൻ പറ്റുന്നുണ്ട്? ആം ഐ ഓഡിബിൾ? ഓക്കെ, ഇഫ് ഐ എം ഓഡിബിൾ ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ, ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ആരംഭിക്കാം അല്ലേ? അപ്പോൾ ഇന്നലെ നമ്മളുടെ ബാച്ച് 10 ദിവസത്തെ ക്ലാസ് നമ്മുടെ അത് കഴിഞ്ഞു. സോ ഐ വാസ് റിയലി ഹാപ്പി ടു ഡു ദാറ്റ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് സച്ച് എ വണ്ടർഫുൾ ബാച്ച്. ഇതുവരെ ശരിക്കും അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഉള്ള എന്താ പറയുക ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഫീഡ്ബാക്സുകളും കാര്യങ്ങളും എല്ലാം ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അപ്പം നമ്മുടെ ഓൾറെഡി നമ്മുടെ മോർണിംഗിൽ ഇന്നത്തെ മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സാർ മോർണിംഗ് തന്നെ ഇത്രയും അമേസിംഗ് ആയ മെഡിറ്റേഷൻ നൽകിയതിന് താങ്ക് യു ഷഹാന. താങ്ക് യു സോ മച്ച് ഷഹാന. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ഫീഡ്ബാക്ക്. ഓൾറൈറ്റ്, ഇന്ന് എത്ര മണിക്കാണ് നിങ്ങൾ എണീറ്റതെന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ഔട്ട്. എത്ര മണിക്ക് എണീറ്റു? നിങ്ങൾ 5 AM ക്ലബിൽ ജോയിൻ ചെയ്തോ? നിങ്ങൾ എത്ര മണിക്ക് എണീറ്റു? ജസ്റ്റ് കമന്റ് ഔട്ട്. നിങ്ങളുടെ വിന്നുകൾ എന്ത് ചെയ്യുന്നു കമന്റ് ചെയ്യുക, അച്ചീവ്മെന്റ്സ് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഔട്ട്. ഓക്കെ, 4:15. ഓക്കെ, 4:15, 3:40, 5 മണിക്ക്. ഓക്കെ, 4:50. ഓക്കെ, വെരി ഗുഡ്. ഓൾറൈറ്റ്, പിന്നെ കമന്റ് ചെയ്തോളൂ. ഓരോരുത്തരും കമന്റ് ചെയ്യും. ഓക്കെ, സെയിം സമയത്ത് തന്നെ എണീക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് സെയിം സമയത്ത് എണീക്കാൻ പറ്റുന്നുണ്ടോ? ദാറ്റ്സ് വെരി ഗുഡ്. 5 മണിക്ക് 5:20. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, സൂപ്പർ മെഡിറ്റേഷൻ. താങ്ക് യു സർ. ഹായ് നിഷ ഹാഷിം. നിങ്ങൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേ. ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരു 1 വീക്ക് ആയിട്ട് കമന്റ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ 1 എന്ന് കമന്റ് ചെയ്യും. ഒരാഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ചക്കുള്ളിൽ. ഓക്കെ, അതേപോലെ നിങ്ങളൊരു 2 വീക്സ് അല്ലെങ്കിൽ 2 വീക്സ് ആയിട്ടുണ്ടെങ്കിൽ 2 എന്ന് കമന്റ് ചെയ്യുക. 2 വീക്സ് കൊണ്ട് ജോയിൻ ചെയ്ത് 2 വീക്സിനുള്ളിൽ, 1 വീക്കിനെയും 2 വീക്സിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ 2 എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളതല്ല, നിങ്ങൾ ലൈക്ക് 1 മന്ത് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? EM എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ EM. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഇത്ര പേരുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 1 എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ 2 ഒരുപാട് പേരുണ്ടല്ലോ. ഓക്കെ, ഓക്കെ, ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. ഓക്കെ, നേരത്തെ എണീക്കാനുള്ള ടിപ്സ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നേരത്തെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് നേരത്തെ എണീക്കാനുള്ള ടിപ്സ്. ഫസ്റ്റ് പ്രാക്ടീസ് ദാറ്റ് യു വിൽ വേക്ക് അപ്പ്. ഓക്കെ, എത്ര പേർക്ക് അറിയാം? എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? ശരിയാണോ? നേരത്തെ ഉറങ്ങല്ലാതെ വേറെ വഴിയുണ്ടോ നേരത്തെ എണീക്കാൻ? കാരണം നമ്മുടെ ബോഡിക്ക് ഉറക്കം ആവശ്യമാണ്. സോ സ്വാഭാവികമായിട്ട് നേരെ എന്ത് ചെയ്യുക? നേരെ പ്രോഗ്രാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? അസ്മ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? ഡിഡ് യു എൻജോയ്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. അടിപൊളി പ്രോഗ്രാം. അടിപൊളി, അടിപൊളി. എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് അവിടെ? ഒരുപാട് ചേഞ്ചസ് ആണ് ഈ 10 ദിവസം കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ആ സെഷൻ കഴിഞ്ഞപ്പോഴൊരു വിഷമാണ് ഇപ്പോ. 10 ദിവസം എന്ന് പറഞ്ഞാല് നല്ലൊരു ജേർണി ആയിരുന്നു. ഇത്രയും ദിവസങ്ങൾ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ എന്നെ സംബന്ധിച്ച് കോഴ്സിലേക്ക് പുതിയൊരാളെ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് അത്ര ഇതിൽ അവരെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരിത്. നമുക്ക് ആ കോഴ്സ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും അമേസിങ് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് അത്രയും ഇതിൽ പറയാൻ പറ്റുന്നത്. എന്തായാലും വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അസ്മ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്.
ഓൾറൈറ്റ്. വേറെ നമ്മുടെ ടീം മറ്റുള്ള പലരുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ആക്ച്വലി ഈ പ്രോഗ്രാം? വേറെ ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ? മർഷില, ആക്ച്വലി മർഷില. ഓക്കെ, അതേപോലെ തന്നെ ബിജി ലോയ്സ്. ഓക്കെ, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇതൊരു പെയ്ഡ് കോഴ്സാണ്. സോ 23-ാം തീയതിയാണ് അതിന്റെ അടുത്ത ബാച്ച് വരുന്നത്. അപ്പൊ ആ കോഴ്സിൽ പങ്കെടുത്തുള്ള ആൾക്കാരാണ് അവരുടെ എക്സ്പീരിയൻസ് ഇവിടെ ജസ്റ്റ് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാം. നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേ സെഷനിലേക്ക് കിടക്കുന്നുണ്ട്. സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ചാലഞ്ചസിനെ നമുക്ക് എങ്ങനെ, പ്രത്യേകിച്ച് ഗോളുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അത് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ പോയിന്റ്സുകൾ പറഞ്ഞു. കോമൺ ചാലഞ്ചസ് ഇൻ അച്ചീവിങ് ഗോൾസ്, ഇതാണ് നമ്മുടെ വിഷയം. കോമൺ ചാലഞ്ചസ് ഇൻ അച്ചീവിങ് ഗോൾസ്, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് ഈ വിഷയത്തിലാണ് ട്രെയിനിങ് നടക്കുന്നത്. കുറച്ച് ഡെപ്തിലുള്ള ട്രെയിനിങ് ആണ് ഓരോ ദിവസവും. അപ്പൊ അതുകൊണ്ട് തന്നെ 1-2 ടോപ്പിക്സുകൾ മാത്രം കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ അധികം ആൾക്കാരും ഈ ഒരു ടോപ്പിക്കിന്റെ പ്രാധാന്യം എന്താണ്, നമ്മൾ അധികം ആൾക്കാരും ഗോളുകളൊക്കെ എഴുതി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനുവേണ്ടി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും പല പ്രതിസന്ധികളും നേരിടും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ അതിൽ ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. എന്താണ് കാര്യം? നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്ന ഒരു 10-12ഓളം പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്. അത് മറികടക്കാനുള്ള സൊല്യൂഷൻസും നമ്മളിവിടെ പറയുന്നു. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ലാക്ക് ഓഫ് ക്ലാരിറ്റി കൊണ്ട് നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ആക്ഷണബിൾ ഗോൾസ് ആക്കി മാറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു പ്രോബ്ലം. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ പറഞ്ഞത് ഇതാണ്. ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞത് ഇതാണ്. ഡിഫിക്കൽട്ടി ഇൻ ഡിഫൈനിങ് ക്ലിയർ. നമ്മൾ എഴുതി വെച്ച വ്യക്തമായിട്ടുള്ള ഗോളുകൾ ഉണ്ടാവില്ല. സ്പെസിഫിക് ആയിട്ട് വ്യക്തമാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോൾ നമുക്കൊന്ന് ക്ലാരിറ്റി ഉണ്ടാവും, നമുക്ക് ഫോക്കസും കിട്ടും. സോ അത് എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ലീഡ്സ് ടു കൺഫ്യൂഷൻ ആൻഡ് ലാക്ക് ഓഫ് ഡയറക്ഷൻ. നമുക്ക് പലപ്പോഴും കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ ഡയറക്ഷൻ ഉണ്ടാവില്ല. പലതും തോന്നിയത് ഇങ്ങനെ മനസ്സിലേക്ക് പല ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു മങ്കി മൈൻഡായിട്ട് പ്രവർത്തിക്കും, ഒന്നിലും ഉറച്ചു നിൽക്കില്ല. സോ ഒന്നിലും കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. സൊല്യൂഷൻ എന്താണ്? ക്ലിയർലി ഡിഫൈൻ യുവർ ഗോൾസ് യൂസിങ് സ്മാർട്ട് ക്രൈറ്റീരിയ. സ്മാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവെന്റ് ആൻഡ് ടൈം ബൗണ്ട്. നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്യും, നമ്മളിവിടെ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അപ്പോൾ ഇതിനു മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുക, ഡിഫൈൻ ചെയ്യുക വ്യക്തമായിട്ട്. ആൻഡ് ബ്രേക്ക് ഗോൾസ് ഇൻ ടു സ്മോളർ ആക്ഷണബിൾ സ്റ്റെപ്സ്. ചെറിയ സ്റ്റെപ്സുകളാക്കിയിട്ട് അതിനെന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫോക്കസ് കിട്ടും. അത് തന്നെ റെഗുലർലി എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. വീക്കിലി എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, ട്രാക്കിൽ പോകുന്നുണ്ടോ എന്നൊക്കെ റിവ്യൂ ചെയ്യും. ദ നെക്സ്റ്റ് ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊക്രാസ്റ്റിനേഷൻ ആയിരിക്കും, നീട്ടിവെക്കുന്ന സ്വഭാവം. സോ പ്രൊക്രാസ്റ്റിനേഷൻ വരുമ്പോൾ പുട്ടിംഗ് ഓഫ് ടാസ്ക് ഡ്യൂ ടു ഫിയർ ഓഫ് ഫെയിലിയർ ഓർ ലാക്ക് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുന്നു എന്നുള്ള ഒരു ഭയം, പരാജയപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, മാറ്റിവെക്കുന്നു. ഓക്കെ, നീട്ടിവെക്കുന്നു. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ബ്രേക്ക് ടാസ്ക് ഇൻ ടു സ്മോളർ ഓർ ലെസ് ഇന്റിമിഡേറ്റിംഗ് ടാസ്കുകൾ എന്താ വെച്ചാൽ വീണ്ടും ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ചെറുതാക്കി കൊണ്ടുവരിക, കുറച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ സ്മോൾ എമൗണ്ടിൽ ചെയ്യാം. പയ്യെ പനയും തിന്നാന്ന് പറഞ്ഞില്ലേ. സോ സ്മോൾ എമൗണ്ടിൽ എന്ത് ചെയ്യുക, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ട്രാക്കിലേക്ക് വരിക. പിന്നെ യൂസ് ദ 5 മിനിറ്റ് റൂൾ. പലപ്പോഴും എന്താ വെച്ചാൽ ഒരു 5 മിനിറ്റ് മാത്രം വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എന്ത് കൊണ്ടുവരിക. കാരണം വർക്ക് എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ട്രോമ ഉണ്ട്. ആ ട്രോമ റെസ്പോൺസ് ചെയ്യുന്നതാണ്. വർക്ക് എന്ന് പറയുന്നതിന് നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്ക് സ്ട്രെസ് എന്നുള്ളതാണ് ഫീൽ ചെയ്യുന്നത്. സോ സ്ട്രെസ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് റെസ്പോൺസിന് നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായ സമയത്ത്, ട്രോമ ഉണ്ടായ സമയത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന രീതി പലപ്പോഴും എന്തായിരിക്കും, ഒന്നുകിൽ ഫ്രീസ്, അല്ലെങ്കിൽ ഫൈറ്റ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ ഫോൺ. പലപ്പോഴും എന്താ വെച്ചാൽ ഈ ട്രോമ റെസ്പോൺസിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രിഗർ ആവും. ആ ട്രിഗർ ആകുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ജോലി നീട്ടിവെക്കും. അപ്പോൾ നിങ്ങൾ ഫോണായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജോലി നീട്ടിവെക്കുകയും എന്നിട്ട് നിങ്ങൾ എക്സ്ക്യൂസ് പറയുകയും ചെയ്യും. ഫ്രീസ് ആകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് വന്നിട്ട് അത് ജോലി ചെയ്യാൻ കഴിയാതെ വീക്കായിട്ട് നിങ്ങൾ നീട്ടിവെക്കും. ഫൈറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യൂല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു പലപ്പോഴും റൂൾസ് ബ്രേക്ക് ചെയ്യാൻ തോന്നും, എനിക്കതൊന്നും ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ ഒരു റെസ്പോൺസിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ നീട്ടിവെക്കും. പിന്നെ അതായത് റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതേപോലെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ട്രോമ റെസ്പോൺസ് ആണുള്ളത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഒളിച്ചോടും. ആ ടാസ്ക് ചെയ്യൂല, അതിനെപ്പറ്റി സംസാരിക്കില്ല, അത് മാറ്റിവെക്കും.
സോ ഈ സ്വഭാവം ഇത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മറികടക്കാൻ നീട്ടി വെക്കുന്ന സ്വഭാവം. ഇത് ഹീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഈ ലൈഫ് മാസ്റ്ററി എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞത്. 30 days പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിൽ വരാം. പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാണ്. സോ ഹോൾഡ് യുവർ സെൽഫ് അക്കൗണ്ട് വിത്ത് ഡെഡ് ലൈൻസ് ഓർ എൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്. നമ്മൾ എന്താ അതിന് സൊല്യൂഷൻ എന്താ കാണേണ്ടത്? ചെറിയ രീതിയിൽ വർക്ക് ചെയ്ത് തുടങ്ങുക. അതേപോലെ തന്നെ നമ്മൾ ഡെഡ് ലൈൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് കീപ്പ് ചെയ്യുക. ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ കണ്ടെത്തുക. ഇത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാനൊക്കെ. നെക്സ്റ്റ് വരുന്ന ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുമോ എന്നുള്ള പേടി. ഫിയർ ഓഫ് നോട്ട് സക്സീഡിങ് ക്യാൻ കോസ് സെൽഫ് ഡൗട്ട് ആൻഡ് അവോയ്ഡൻസ്. നിങ്ങൾക്ക് പരാജയപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് മാറും. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്താ പറയുക, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ഓടിച്ചു പോകുന്നത്. ഓക്കെ, നമുക്ക് സെൽഫ് ഡൗട്ട് വരിക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗോളുകളൊന്നും ഫേസ് ചെയ്യാതിരിക്കും. പരാജയപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടായിട്ട്, വിജയിക്കില്ലല്ലോ എന്നുള്ള പേടി ഉണ്ടായിട്ട് ചിന്തിച്ചിട്ട് സെൽഫ് ഡൗട്ടും അതിലൂടെ നമ്മൾ ജോലികൾ ചെയ്യാതെ വരിക. അപ്പൊ ഫിയർ ഓഫ് ഫെയിലിയർ ആണ് അതിന് കാരണം. അപ്പൊ അതിനെന്ത് ചെയ്യണം, റീഫ്രെയിം ഫെയിലിയർ ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മൾ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. നമ്മൾ ഒരിക്കലും പരാജയം ഉണ്ടെങ്കിൽ പോലും പരാജയപ്പെട്ടേക്കാം. പരാജയപ്പെടാൻ ധൈര്യമുള്ളവർക്ക് മാത്രമാണ് വിജയമുള്ളൂ എന്നാ പറയാം. പരാജയപ്പെടാൻ തയ്യാറുള്ള ആൾക്കാർക്ക് പരാജയപ്പെട്ടോട്ടെ, എന്താ കുഴപ്പം? I don't care about what others think about me when I am failing. I care about what I think about when I am failing. ഞാൻ പരാജയപ്പെടുന്ന സമയത്ത് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. ഞാൻ പരാജയപ്പെടുന്ന സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ ഞാൻ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രധാനം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവണം. ഫോക്കസ് ഓൺ പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടായേക്കാം, മിസ്റ്റേക്സുകൾ ഉണ്ടായേക്കാം. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യും എന്നുള്ള തിങ്കിങ് ഉണ്ടാവും. അത് നിങ്ങളുടെ ബ്ലഡി എക്സ്ക്യൂസ് ആണ്. നിങ്ങൾ ആന മടിയനാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അത് പറയുന്നത്. നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ ഭീരുവാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നീട്ടിവെക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നത് വെറും എക്സ്ക്യൂസ് മാത്രമാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ മനസ്സിലാവില്ല. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്തേക്കാം, അത് നിങ്ങളെ ട്രിഗർ ചെയ്തേക്കാം, കൊണ്ടേക്കാം. ഇയാളെന്ത് ഈ പറയുന്നത്, അങ്ങനെയൊന്നുമല്ലല്ലോ ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഇരുത്തി ചിന്തിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, സോ പെർഫെക്ഷൻ മെന്റാലിറ്റി വേണ്ട, അങ്ങ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ ആൻഡ് ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ് വിത്ത് പോസിറ്റീവ് അഫർമേഷൻസ്. സെൽഫ് കമ്പാഷനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ സാരമില്ല, ഇറ്റ്സ് ഓക്കെ, ഞാനെല്ലാം റെഡിയാക്കി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫിയറിനെ എന്ത് ചെയ്യുക, ഫിയർ ഓഫ് ഫെയിലിയർ നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. പിന്നെ പറഞ്ഞിരുന്ന 4ാമത്തെ പോയിന്റ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രഗ്ലിംഗ് ടു മെയിൻറ്റെയിൻ എ റുട്ടീൻ ഓർ കമ്മിറ്റ്മെന്റ് ടു ഗോൾ. ഗോളിനോട് കമ്മിറ്റ്മെന്റോട് കൂടി റുട്ടീൻ ഫോളോ ചെയ്യാനുള്ള മടി, അല്ലെങ്കിൽ അതിനുള്ള പ്രയാസം, അത് അനുഭവിക്കുന്നത്, അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സോ ഇതിനെന്താ വേണ്ടത്, ഡെയിലി ഒരു വീക്ക്ലി റുട്ടീൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്യണം, അതിനോട് പ്ലാൻ ചെയ്യണം. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ, വാർ, സെലിബ്രേഷൻ, റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ 4 പാർട്ടാക്കി തിരിക്കുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ അത് പ്രത്യേകിച്ചെന്ന് വെച്ചാൽ റുട്ടീൻ ഉണ്ടാക്കണം ഓരോ ടൈമിലും. പ്രത്യേകിച്ച് മോർണിംഗിൽ പ്രിപ്പറേഷൻ ടൈമാണ്. ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റുട്ടീൻ 5 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിനിടയിൽ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യുക. സോ അവിടെ കുറച്ച് റുട്ടീൻസ് കൊണ്ടുവരണം. അവിടെ നിങ്ങൾ എന്തൊക്കെ റുട്ടീൻസാണ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, ഓർമ്മയുണ്ടോ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പ്രെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രെയർ, ഓക്കെ, കുളിച്ച് ഫ്രഷ് ആവുക, അത് കഴിഞ്ഞതിന് ശേഷം പ്രെയർ, അത് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് മെഡിറ്റേഷൻ, അത് കഴിഞ്ഞതിന് ശേഷം തെറാപ്പി കോഴ്സൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തെറാപ്പീസ് പ്രാക്ടീസ് ചെയ്യണം. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, അതേപോലെ ഫൊർഗീവ്നെസ് തെറാപ്പി, അതേപോലെ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ്, മിറർ പ്രാക്ടീസ്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിന് പുറമെ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യാം, നമ്മുടെ മെഡിറ്റേഷനിൽ പങ്കെടുക്കാം. ദെൻ യു ക്യാൻ ഓൾസോ ഗോ ഫോർ വർക്കൗട്ട്, അന്നത്തെ ഒരു ഡേ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഏകദേശം 8-9 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. റുട്ടീൻ ഉണ്ടാക്കുക, ആ റുട്ടീൻ ഉണ്ടാക്കി ആ ഡേ അടിപൊളിയായിട്ട് പോകും. ബിക്കോസ് യു വിൽ എൻഡ് യുവർ ഡേ ദ വേ യു സ്റ്റാർട്ട് എന്നാ പറയാം. നിങ്ങൾ എങ്ങനെയാണോ ഒരു ദിവസം ആരംഭിച്ചത് അതുപോലെ ആയിരിക്കും എന്ത് ചെയ്യാം, നിങ്ങൾ അവസാനിപ്പിക്കുന്നത്. ദ വേ യു സ്റ്റാർട്ട് യുവർ ഡേ ഡിഫൈൻ ദ വേ യു വിൽ എൻഡ് യുവർ ഡേ. നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ അവസാനിപ്പിക്കുന്നത്. സോ
ദാറ്റ്സ് യു ഷുഡ് ബി ടേക്കിംഗ് കെയർ ഓഫ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? യൂസ് ഹാബിറ്റ് ട്രാക്കേഴ്സ് ഓർ ആപ്സ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യുക. സെറ്റ് സ്മോൾ ആൻഡ് അച്ചീവബിൾ മൈൽ സ്റ്റോൺ, സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് ഓൺ ട്രാക്ക്. ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഐ മീൻ 2-3 ടാസ്കുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അത് കൂട്ടിക്കൊണ്ടുവരിക. ദെൻ യു ബിൽഡ് എ ഹാബിറ്റ്. അങ്ങനെ ചെയ്യാം. അടുത്ത എന്താ പറഞ്ഞിരുന്നത്? ഓവർവെൽം ആൻഡ് സ്ട്രെസ് വരാം. അപ്പൊ എന്താ പറഞ്ഞത്? ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് പോകരുത്. നമ്മൾ അതിനെന്ത് ചെയ്യണം? സിംപ്ലിഫൈ. ലാർജ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് എവിടെ നിന്ന് വരുന്നത്? സ്ട്രെസ് കംസ് ഫ്രം കോംപ്ലക്സിറ്റി. അലങ്കോലപ്പെട്ട് കിടക്കുന്ന, സങ്കീർണമായി കിടക്കുന്ന അവസ്ഥയിൽ നിന്നാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. നമ്മുടെ റൂം ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ക്ലീൻ ചെയ്യണം. നമ്മളുടെ മൈൻഡ് ആണെങ്കിൽ അത് നമ്മൾ ക്ലീൻ ചെയ്ത് അടുക്കി വെക്കണം. അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ചിന്തകൾ അടുക്കി വെക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇന്നലെ പഠിപ്പിച്ചു. എന്താ വേണ്ടത്? എഴുതുക. എഴുതുന്നത് എങ്ങനെയാണ്? ഓരോ ചിന്തകൾ വരുന്നത് കറക്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും, ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളത് ഓരോന്നും കാറ്റഗറി ആക്കി തിരിച്ചിട്ട് അത് എഴുതുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. സോ ആ ടാസ്കുകൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? പ്രയോറിറ്റൈസ് ചെയ്യുക. ഹെയ്സൻഹോവർ മെട്രിക്സിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ ഇന്നലെ അതിലേറെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞത്. ഹെയ്സൻഹോവർ മെട്രിക്സ് വേണമെങ്കിൽ പറയാം, അത് നമുക്കിന്ന് പറയാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്കതിലേക്ക് കിടക്കാം. റെഡി? ആർ യു റെഡി? സോ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഫോളോ ചെയ്തവർക്ക് അറിയാം. ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ, ഇഫ് യു ആർ ഫോളോയിങ് വിത്ത് മീ, ജസ്റ്റ് കമന്റ് ഡൗൺ CF എന്ന് കമന്റ് ചെയ്യുക. ക്ലിയർ ആൻഡ് ഫോളോയിങ്, ക്ലിയർ ആൻഡ് ഫോളോയിങ്. ജസ്റ്റ് കമന്റ് ഡൗൺ CF. കമന്റ് ഡൗൺ CF. പരമാവധി ആൾക്കാർ എന്ത് ചെയ്യാൻ കമന്റ് ചെയ്യും? CF. ക്ലിയർ ആൻഡ് ഫോളോയിങ്. ഓക്കെ, പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം ഓക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി, എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, വറീഡ് ആവണ്ട. എല്ലാ ക്ലാസ്സും റെക്കോർഡ്സ് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഷാഫിൻസ് മാത്സ് ചാനൽ അവൈലബിൾ ആണ്. ഗോ ദേർ ആൻഡ് വാച്ച് ഫ്രം ദേർ ആൻഡ് യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം കഴിഞ്ഞൊരു 5 ദിവസത്തോളമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞൊരു 4-5 ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടാൽ യു വിൽ ഗെറ്റ് ദ ഐഡിയ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമ്മൾ എന്താ പറഞ്ഞത്? ഹെയ്സൻഹോവർ മെട്രിക്സ്. വാട്ട് ഈസ് ഹെയ്സൻഹോവർ മെട്രിക്സ്? ഹെയ്സൻഹോവർ മെട്രിക്സ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇന്നലെ എന്താ എഴുതിയത്? ഇന്നലെ എന്തൊക്കെ എഴുതി? ഒന്ന് പറഞ്ഞേ. എന്താ എഴുതിയത്? ഹു വിൽ ടെൽ മീ? ഹു വിൽ ഹെൽപ്പ് മീ? എന്തൊക്കെ ഇന്നലെ പറഞ്ഞേ? ഇന്നലെ പറഞ്ഞത് എന്തൊക്കെയാണ്? ഹലോ, ആരെങ്കിലും ഉണ്ടോ? നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, പറഞ്ഞോളൂ. ഹു വിൽ ഹെൽപ്പ് മീ? ഹു വിൽ ഹെൽപ്പ് മീ? ഇന്നലെ എന്താ നമ്മൾ പറഞ്ഞത്? 5 ദിവസത്തേക്കുള്ള, സോറി 5 ദിവസമല്ല, 3 മാസത്തേക്കുള്ള പ്ലാനിങ് നടത്തി അല്ലേ? അതൊരു വർഷത്തേക്ക് എങ്ങനെ നടത്താം എന്നുള്ളതും പഠിച്ചു. എന്താണ് ഹെയ്സൻഹോവർ മെട്രിക്സ്? ആർക്ക് പറയാൻ പറ്റും? ആർക്കാ പറയാൻ പറ്റുക? സോറി, ഹെയ്സൻഹോവർ മെട്രിക്സ് അല്ല, ഇന്നലെ പഠിപ്പിച്ച കാര്യം നമുക്ക് പറയാം. ഹെയ്സൻഹോവർ മെട്രിക്സ് ഞാൻ ജസ്റ്റ് ഇവിടെ പറയും. ഇതിനു മുൻപ് പങ്കെടുത്ത ആൾക്കാർക്ക് അറിയായിരിക്കും. കുറെ മുൻപ് ഞാനത് ഐ മീൻ നിങ്ങൾക്കത് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വിൽ ഡിസ്കസ് ദാറ്റ് വൺ മോർ ടൈം. ഓക്കെ, ഞാനത് ഇവിടെ കാണിക്കാൻ പറ്റുന്ന നോക്കട്ടെ. ഐ വിൽ ഷോ യു. If it is possible, I will show you. Yeah, it is here. Eisenhower matrix. So let me just copy this and let me paste it here. Okay. എന്താണ് ഹെയ്സൻഹോവർ മെട്രിക്സ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? If yes, just comment down yes. Yes, is it visible? Yep. ഇതാണ് ഹെയ്സൻഹോവർ മെട്രിക്സ്. ഇതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഹെയ്സൻഹോവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹം ഐ തിങ്ക് ഹി വാസ് എൻ അമേരിക്കൻ പ്രസിഡന്റ് ആസ് വെൽ. ഓക്കെ, ഫോർമർ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു തോന്നുന്നു. പുള്ളിക്കാരൻ നോട്ട് ഇമ്പോർട്ടൻറ്റ്, പുള്ളിക്കാർക്ക് കുറേ ജോലികൾ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പുള്ളി ഡിസൈൻ ചെയ്ത കാര്യമാണത്. നമ്മളൊരു ദിവസം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് 4 കാറ്റഗറിയാക്കി തിരിക്കാൻ പറ്റും. ഒന്ന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ. രണ്ടാമത്തത് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഞാൻ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ. വേറെ ആൾ ചെയ്താൽ മതി, ഞാൻ ചെയ്യണമെന്നില്ല. അടുത്തത് അർജൻ്റ് ആയ കാര്യങ്ങൾ.
ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് നിർബന്ധമായി, അല്ലെങ്കിൽ ഇപ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്ത് നോട്ട് അർജന്റ്. ഞാൻ ഇപ്പോൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇന്ന് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? അപ്പോൾ എല്ലാ ജോലികളും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജന്റ് ഉണ്ടാവും. ഞാൻ ചെയ്യേണ്ടതായിരിക്കും, അതേപോലെ ഇപ്പോൾ ചെയ്യേണ്ടതായിരിക്കും. ഈ കാര്യങ്ങൾ മാത്രമേ ഒരു ദിവസം ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ചെയ്യേണ്ടതും ഇപ്പം ചെയ്യേണ്ടതും. അപ്പം നിങ്ങൾ ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, പല ടാസ്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അർജന്റ് ആയിട്ടുള്ളതും മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടതും നിങ്ങൾ തന്നെ ചെയ്യേണ്ടത്, വേറെ ആര് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനത്തെ ചില ജോലികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ എഴുതി വെച്ചേ? നിങ്ങളുടെ ഡെയിലി ടാസ്ക് ഇന്നലെ എഴുതിയില്ലേ? അതിൽ നിങ്ങൾക്ക് ഏറ്റവും അർജന്റ് ആയിട്ടുള്ളതും നിങ്ങൾ തന്നെ ചെയ്യേണ്ടതുമായ ടാസ്കുകൾ ഏതാണ്? നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്, പെട്ടെന്ന് ചെയ്യേണ്ട സംഗതികൾ. അപ്പോൾ ഒരു ദിവസത്തെ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം അത് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടതല്ല, പക്ഷെ അർജന്റ് ആണ്. നിങ്ങൾ ചെയ്യണം നിർബന്ധമില്ല, വേറെ ആൾ ചെയ്താൽ മതി. അപ്പോൾ വീട്ടിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാൻ പറ്റുമോ? മകളുടെ, മകന്റെ, അല്ലെങ്കിൽ മക്കളുടെ ഹെൽപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ഭർത്താവിന്റെ ഹെൽപ്പ് എടുക്കാൻ പറ്റുമോ? ഭാര്യയുടെ ഹെൽപ്പ് എടുക്കാൻ പറ്റുമോ? ബ്രദറിന്റെ ഹെൽപ്പ് എടുക്കാൻ പറ്റുമോ? ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് എടുക്കാൻ പറ്റുമോ? ഒരു ജോലിക്കാരുടെ ഹെൽപ്പ് എടുക്കാൻ പറ്റുമോ? അപ്പൊ അവരെ ഏൽപ്പിക്കാൻ പറ്റുന്ന പണികളുണ്ട്. നമ്മളിവിടെ ഫാമിലിയിൽ കൾച്ചറിൽ പലപ്പോഴും എന്താ വെച്ചാൽ എല്ലാ ജോലികളും നമ്മൾ എടുക്കുക എന്നുള്ള തിങ്കിങ് ആണ്. നമ്മളടുത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ജോലിക്കാരെ വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചിന്തിക്കാം, ജോലിക്കാരെ വെപ്പിക്കണം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന പണി അതൊക്കെ ഉണ്ടെന്ന് നോക്കുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇപ്പം നിങ്ങളായിരിക്കും ചെയ്യേണ്ടത്, വേറെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. വേറെ ആളുണ്ടെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റുന്ന പണിയാണോ? അത്തരത്തിലുള്ള ടാസ്കുകൾ പറയുന്നതാണ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, കറണ്ട് ബിൽ അടക്കാൻ നിങ്ങൾ തന്നെ പോകണം? വേണ്ട. നിങ്ങൾ തന്നെ ചെയ്യണമെന്നുണ്ടോ? വേണ്ട. നിങ്ങളുടെ ബിസിനസ്സിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾ തന്നെ ചെയ്യണമെന്നുണ്ടോ? ഉണ്ടാവില്ല. വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചൂടെ? വേറെ ഒരു മോഡലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചൂടെ? വേറെ ഒരു എന്താ പറയുക ആങ്കറെ കൊണ്ട് ചെയ്യിപ്പിച്ചൂടെ? നിങ്ങളുടെ ബിസിനസ് അല്ലേ? നിങ്ങളുടെ ഫൈനാൻസ് നിങ്ങൾ തന്നെ ഇരുന്ന് എഴുതി സമയം കളയണോ? വേറൊരു അക്കൗണ്ടന്റിനെ ഏൽപ്പിച്ചൂടെ? യു ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റുന്നത്, നിങ്ങൾ തന്നെ ചെയ്യേണ്ട ജോലി ഏതാണ്? നിങ്ങൾ ചെയ്താൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്കൗട്ട് ആവുന്ന ജോലി മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവും. അല്ല എല്ലാ കാലത്തും പണിയെടുത്തിട്ട് എല്ലുമുറിയെ പണിയെടുത്തിട്ട് നിങ്ങളുടെ നെട്ടലൊടിഞ്ഞ് നിങ്ങളുടെ ലൈഫ് അങ്ങ് തീരും. ഡോണ്ട് ടേക്ക് ഞാൻ തന്നെ എല്ലാം ചെയ്തേ പറ്റൂ, ഇതെല്ലാം എൻ്റെ ടാസ്ക് ആണെന്നുള്ള തിങ്കിങ് ലിമിറ്റിംഗ് തിങ്കിങ് ആണ്. ഇറ്റ്സ് എ ലിമിറ്റിംഗ് തിങ്. ഫ്രീ യുവർ സെൽഫ് ഫ്രം ദാറ്റ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള പരമാവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഒരു ബാലൻസ് കൊണ്ടുവരാൻ എന്ന് പറയുന്നത്, ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ യു ഷുഡ് എൻജോയ് ആസ് വെൽ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന വേറെ ആൾക്കാരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുകയും ചെയ്യാം. ക്ലിയർ ആണോ? അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി അല്ലാത്ത ജോലികളൊക്കെ ഒന്ന് ഒരു സൈഡിൽ എഴുതി വെക്കുക. ഓക്കെ, ഒരു ദിവസത്തെ ടാസ്കുകൾ നിങ്ങൾ എഴുതുമ്പോൾ, എന്നിട്ട് അതിന് ആളെ ഏൽപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം ആ ആൾ ആരെ ഞാൻ ഏൽപ്പിക്കും, അത് ആ ജോലിയുടെ താഴെ അവിടെ എഴുതി വെക്കുക. സോ ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജന്റ് കാര്യങ്ങൾ മാത്രം എഴുതുക. അതെല്ലാം എന്ത് ചെയ്യുക? ഏറ്റവും അർജന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? 11-12 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം നിർബന്ധമല്ല, പക്ഷെ നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. വേറെ ആളെ ഏൽപ്പിക്കാൻ ആളെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരാളില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഓക്കെ, യു ഡു ഇറ്റ്. ദാറ്റ്സ് കോൾഡ് എന്താ പറയുക, മൈനർ ടാസ്ക്. അത് നടന്നാൽ മതി. നമുക്ക് ഓർമ്മയുണ്ടോ ഇന്നലെ മേജർ ടാസ്ക് മൈനർ ടാസ്ക് എഴുതിയത്? ഓക്കെ, ഒരു ഡേയിൽ ഓർമ്മയുണ്ടോ? സാറോ? അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ചേർത്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് എന്താണ്? അത് കഴിഞ്ഞതിന് ശേഷം അർജന്റ് ആണ് പക്ഷെ നോട്ട് ഇമ്പോർട്ടന്റ് പറഞ്ഞു അല്ലേ? അതായത് ഇപ്പൊ ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മൾ ചെയ്യേണ്ടതല്ല. നെക്സ്റ്റ് എന്താ വരുന്നത്? അർജന്റ് അല്ല പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. അർജന്റ് അല്ല പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ചെയ്യേണ്ടത്? ഈ സ്ലൈഡിലേക്ക് നോക്ക്. അർജന്റ് ആണ് പക്ഷെ നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് അല്ലേ? നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കോളത്തിന് നേരെയാണ് വരുന്നത്, പക്ഷെ അർജന്റ് എന്ന് പറയുന്ന കോളത്തിന് നേരെ. അത് ഡെലിഗേറ്റ് ചെയ്യണം, വേറെ ആളെ ഏൽപ്പിക്കുക.
അർജന്റ് ആണ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചെയ്യേണ്ടതല്ല വേറെ ആളെ. അടുത്ത എന്താ പറഞ്ഞത്? നോട്ട് അർജന്റ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ രണ്ടാമത്തത് പ്ലാൻ. അർജന്റ് അല്ല, ഇപ്പം ചെയ്യേണ്ടതല്ല, ഇന്ന് ചെയ്യേണ്ടതല്ല, ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വേറെ ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങളൊരു മാസത്തേക്ക് എഴുതുമ്പോൾ ആ പ്ലാൻ ഇന്നലെ എഴുതിയ പ്ലാൻ എഴുതുമ്പോൾ ഓരോ വീക്കിലേക്കും എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഇതിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൻ്റെ അർജൻസി നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അർജന്റ് അല്ല എന്നുള്ളതാണ് എങ്കിൽ ഇന്ന് ചെയ്യേണ്ടതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് ദിവസത്തിലേക്കാണ് നല്ലത് നോക്കാം, ആ ദിവസത്തേക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെക്കുക, ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇന്ന് പ്ലാൻ ചെയ്യാം, ഇന്ന് പ്ലാനിങ് നടത്താം. യു ഡു ദ പ്ലാനിങ് ഫോർ ഇറ്റ്. അത് എന്ന് ചെയ്യും, എപ്പോൾ ചെയ്യും, ആര് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ പ്ലാൻ ചെയ്യാം. എന്നിട്ട് എന്ത് വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? നോട്ട് അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അർജന്റും അല്ല, ഇമ്പോർട്ടൻറ്റും അല്ല. അതെന്ത് ചെയ്യണം? എലിമിനേറ്റ്. ആ പണി എടുക്കാനേ പോകരുത്, അതിൽ സമയം ചെലവഴിക്കുക ചെയ്യരുത്, അതിനെപ്പറ്റി ചിന്തിക്കുക ചെയ്യരുത്. ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അർജന്റും അല്ല, ഇപ്പം ചെയ്യേണ്ടതും അല്ല, ഇമ്പോർട്ടൻറ്റും അല്ല, നമ്മൾ ചെയ്യേണ്ടതും അല്ല. അതെന്ത് ചെയ്യണം? നമ്മൾ എടുക്കാനേ പാടില്ല, വേറെ ആൾക്ക് അതങ്ങ് ഏൽപ്പിക്കുക. നമ്മൾ എടുക്കണ്ട, കംപ്ലീറ്റ്ലി വേറെ ആളെ ഏൽപ്പിക്കുക. അത് നമ്മൾ ഒഴിവാക്കും. ഓക്കെ. സോ പലപ്പോഴും എന്താ വെച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളുണ്ട്, അർജന്റും അല്ലാത്ത കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കരുത്, നമ്മൾ അന്നത്തെ ദിവസത്തിലേക്ക് എടുക്കുക ചെയ്യരുത്. അന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യരുത്. അതാണ് എലിമിനേറ്റ്. അന്നത്തെ ടാസ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് എന്താണ് ഇന്നത്തെ ടാസ്ക്? ഡെലിഗേറ്റ് ചെയ്യുന്നുള്ള ടാസ്ക്, പ്ലാൻ ചെയ്യുക എന്നുള്ള ടാസ്ക്. ഇത് വേറെ ആളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇന്ന് പണിയെടുക്കാൻ പാടുള്ളൂ. ഇത് പ്ലാൻ ചെയ്യാനേ ഇന്ന് പണിയെടുക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് നമ്മൾ ചെയ്യേണ്ട പണിയാണ്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇതാണ് ഐസൻഹോവർ മെട്രിക്സ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സേവ് ലോട്ട് ഓഫ് ടൈം ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു അ ലോട്ട്. നെക്സ്റ്റ് എന്താണ്? അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നത് സെറ്റ് സ്മോൾ അച്ചീവബിൾ ഗോൾസ് അല്ലേ? അല്ല, 1 മിനിറ്റ്. യാ, അടുത്തത് എന്താണ്? 1 മിനിറ്റ്. യാ, നമ്മളെന്താ പറഞ്ഞത്? ഓവർവെൽമിങ് ആൻഡ് സ്ട്രെസ്സായി പോകുന്ന അവസ്ഥ ഉണ്ടാവും അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 5ാമത്തെ പോയിന്റ്. അടുത്തതിൽ എന്താ പറയുന്നത്? പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ഓർ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യുക. മൈൻഡ്ഫുൾനെസ് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ അപ്ലൈ ചെയ്യുക. ടു സ്റ്റേ കാം ആൻഡ് ഫോക്കസ്ഡ്. അത് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? നമ്മൾ ഹീലിങ്ങിലാണ് പഠിപ്പിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? എക്സാക്ട്ലി. നസ്രീൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ മൈൻഡ്ഫുൾനെസ്? ഡു യു പ്രാക്ടീസ് ദാറ്റ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഓക്കെ. ആൻഡ് ഹൗ ഇന്നലെ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ ഫീലിംഗ്? ഞാന് ഇത് കുറച്ച് ദിവസം എനിക്ക് ഓരോ ദിവസം ഓരോരോ പ്രശ്നമായിരുന്നു. ചില ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും, അങ്ങനെ ചില ദിവസം പനിക്കും, ചില ദിവസം ഛർദിക്കാൻ വരും, അങ്ങനെ ഓരോരോ പ്രശ്നം. അപ്പൊ ആ സമയത്ത് വിചാരിച്ചു എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. ഇതിങ്ങനെ നമ്മൾ ഉറക്കൊക്കെ വരുമ്പോഴേ പക്ഷെ ഞാൻ ആ എക്സാം എഴുതി. ഞാന് കഴിഞ്ഞ ട്യൂസ്ഡേ എങ്ങാനും എഴുതി. സാധാരണ എക്സാമിന് പോകുമ്പോൾ ഇങ്ങനെ കിടുകിടാ വിളക്കും. അവിടെ ഇരുന്നിട്ട് ഈ ആൾക്കാർ പഠിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. പക്ഷെ ഞാൻ അന്ന് എക്സാം എഴുതാൻ പോയിട്ട് 75 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ് ആണ് ഉണ്ടാവുന്നത്. 45 സെക്കൻഡ്സ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അത് ഫുള്ളി ഞാൻ വായിച്ചെത്തി. 61 അറ്റൻഡ് ചെയ്തു, 57 കറക്റ്റ് ആയി. മീൻസ് പക്ഷെ അത് നല്ലൊരു സ്കോർ ഉണ്ട്. അത് ചെറിയ കട്ട് ഓഫ് വളരെ കുറച്ച് ടഫായ എക്സാം ആണ്. അപ്പൊ എനിക്ക് ശരിക്കും തോന്നി ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് കറക്റ്റ് ആയി. മറ്റേത് ഈ എക്സാമും കൊളായ ഞാൻ പിന്നെ അടുത്ത മാസത്തെ എക്സാമും ഞാൻ പിന്നെ കൊളാക്കുന്നു ഞാൻ തോന്നി. ഒരു ടെൻഷൻ ഇല്ലാതെ എഴുതാൻ പറ്റി. ആ ഒരു സമയത്ത് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. മറ്റേത് ഭയങ്കര ടെൻഷൻ അടിച്ച് ആങ്സൈറ്റി അടിച്ച് ഇങ്ങനെ പിന്നെ ഒരു ദിവസം തുടങ്ങിയ പിന്നെ അന്ന് തന്നെ അത് ഫുള്ള് രാത്രി വരെ ഞാൻ അത് ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പിറ്റേന്ന് പിന്നെ വേറെ ടോപ്പിക് എടുക്കും, അങ്ങനെയായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഞാൻ മോർണിംഗ് ക്ലാസ്സിൽ കയറുന്നുണ്ട്, രാത്രി 2-3 മണിക്കൂർ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാലും എനിക്കിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും കുറെ സമയം ബാക്കിയുള്ള പോലെയുണ്ട്. സംഭവം അടിപൊളി. അടിപൊളി. ഓക്കെ. എന്താണ് കോഴ്സിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? വന്ന് നോക്കി അവ മനസ്സിലാവും എന്താ ഉള്ളത് അവിടെ എന്നുള്ളത്. പറഞ്ഞറിയിക്കാൻ പറ്റൂല. നമുക്ക് വന്നു കഴിഞ്ഞാൽ നഷ്ടാവൂല. അപ്പം എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും അത് യൂസ്ഫുൾ ആവും. നമ്മളേക്കും നമുക്കൊക്കെ എന്താ അത് ചില കാര്യങ്ങൾ കേൾക്കും, ഇതൊക്കെ എനിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചോദിക്കും.
പക്ഷെ അന്ന് ആരോ സാറൊക്കെ ചോദിച്ചില്ലേ ഹൗസ് വൈഫ് ആയിരിക്കുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മള് വന്നാലേ മനസ്സിലാവും എല്ലാ ആൾക്കാർക്കും അത് യൂസ്ഫുൾ ആണ്. മീൻസ് വെറുതെ ഇരിക്കണ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും അത് യൂസ്ഫുൾ ആണ്. വന്ന് നോക്കുക, നഷ്ടാവൂല, നമുക്ക് വിഷമാവുള്ളൂ പോയി കഴിഞ്ഞല്ലോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്. മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസ് ഇപ്പം കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ആ സ്ലോനെസ് കുറച്ചൊരു കുറഞ്ഞു. ഞാൻ അറിയാതെ തന്നെ ഒക്കെ ചെയ്തു പോണ പോലെയുണ്ട്. മറ്റേ നമ്മൾ ഇങ്ങനെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന പോലെയായിരുന്നു ഫസ്റ്റിലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു സമയത്ത് ഒരു ടാസ്ക് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പണ്ട് ഞാൻ കുറെ സൈഡ് ബിസിനസ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ മീൻസ് ഈ ക്ലാസ് കേൾക്കണമെങ്കിൽ ഇപ്പുറത്ത് വേറെ ക്യാൻഡി ക്രഷ് കളിക്കണോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിർത്തി, ആ പരിപാടി കഴിഞ്ഞു. മീൻസ് ഒരു സംഭവമാണെങ്കിൽ കോൺസെപ്റ്റ് അപ്പൊ നമുക്ക് ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ 1 മണിക്കൂർ ഇട്ട് ഞാൻ എന്ത് ടോപ്പിക് കവർ ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റുന്നു. So you're on the right track. Very good. I'm really happy for you. Thank you so much for sharing your insights. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതൊരു ഹെൽപ്ഫുൾ ആവും. അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. മൈൻഡ്ഫുൾനെസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നസ്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് അതുവരെ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണ് എക്സാക്ട്ലി മനസ്സിലായത് എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ്, എങ്ങനെയാണ് നമ്മൾ നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നത്. ആ മൈൻഡ്ഫുൾനെസിന്റെ ഒരു അടിപൊളി ഒരു സെഷൻ തന്നെ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർക്ക് എന്ത് ഇതിലേക്ക് വരാം, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ റിമൂവ് ആയി വരും. നെക്സ്റ്റ്, നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അടുത്ത് വരുന്ന ചാലഞ്ചാണെന്ത്, നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുന്നത്. നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന സമയം ലിമിറ്റിംഗ് ബിലീഫുകൾ നമ്മളെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. ഇപ്പോൾ ഇന്റേണൽ ഡയലോഗ് ഉണ്ട്, ദാറ്റ് അണ്ടർമൈൻസ് കോൺഫിഡൻസ്. നമ്മളുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകൾ. ഈ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകൾ എന്താണ്? ഇതാണ് നിങ്ങളെ ഏറ്റവും തടസ്സം നിർത്തുന്ന ഒരു കാര്യം. ഈ ചിന്തകൾ എങ്ങനെയാണ് വരുന്നത്? ഇത് വരുന്നതിന്റെ കാരണം ചെറുപ്പത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് ആണ്. നിങ്ങൾ ട്രോമാസ് അനുഭവിച്ച് നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ടുള്ള സംഗതിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഓരോ എക്സ്പീരിയൻസിൽ നിന്നും ഓരോ നെഗറ്റീവായിട്ടുള്ള അനുഭവത്തിൽ നിന്നും നിങ്ങൾ അതിനൊരു അർത്ഥം നൽകും, നെഗറ്റീവായിട്ടുള്ള അർത്ഥം. ഓക്കെ, അവരെന്നെ ചതിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് ആരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ലോകം ക്രൂവലാണ്, ഈ ഒരു ലൈഫ് ഭയങ്കര ഹാർഡാണ്, അല്ലെങ്കിൽ പണം നമ്മൾ തിന്മയിലേക്ക് നയിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് മെസ്സേജുകൾ കയറിക്കൂടിയിട്ടുണ്ട്. ഓരോ അനുഭവങ്ങളിൽ നിന്നുണ്ടാവും, അത് ഇപ്പോഴും നടക്കുന്നുണ്ടാവും. ഇപ്പോഴും എന്തെങ്കിലും ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും അല്ലേ? ഓരോ അനുഭവം നിങ്ങൾ ചിന്തിക്കാറില്ലേ? അതിൻ്റെ അർത്ഥം നൽകാറുണ്ട്. അപ്പോൾ ഓക്കെ, ഇതിങ്ങനെയാണ്, ഇത് ശ്രദ്ധിക്കണം, അത് അങ്ങനെയാണ്, അത് ശ്രദ്ധിക്കണം, എല്ലാം ലിമിറ്റിംഗ് രീതിയിലായിരിക്കും പോകുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ലോകത്തോടുള്ള വിശ്വാസം പോയിട്ടുണ്ടാവും, വ്യക്തികളോടുള്ള വിശ്വാസം പോയിട്ടുണ്ടാവും. ഇത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതൊരു നെഗറ്റീവ് സാധനമാണ്, നമുക്ക് നമ്മളിലും വിശ്വാസം ഉണ്ടാവില്ല. മൊത്തത്തിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു വിശ്വാസമില്ലാത്ത, ഒന്നിലും സ്വന്തത്തിൽ വിശ്വാസമില്ലാത്ത, ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ പലതിനെയും സംശയിക്കുന്ന ഒക്കെ ഒരു വ്യക്തിത്വമായിട്ട് മാറും. ഇത് നമ്മളുടെ ഓരോ ചോയ്സിനെയും ഓരോ ഡിസിഷനെയും നിയന്ത്രിക്കാൻ തുടങ്ങും, തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. അങ്ങനെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് ഓട്ടോമാറ്റിക്കലി ലിമിറ്റഡ് ആയിട്ട് മാറും. സോ സൊല്യൂഷൻ എന്താണ്? വാട്ട് ഇസ് സൊല്യൂഷൻ? പ്രാക്ടീസ് cognitive reframing by replacing negative thoughts with empowering ones. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യണം കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്. എന്താണ് കോഗ്നിഷൻ? കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള നമ്മളുടെ ചിന്ത ഡെവലപ്പ് ചെയ്യുന്ന രീതി, ആ ചിന്തകൾ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണം. അതെങ്ങനെയാണ്? മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ടുള്ള എംപവറിംഗ് ആയിട്ടുള്ള ചിന്തകൾ കൊടുത്ത് നമ്മളെ ആറ്റിറ്റ്യൂഡിനെ ശരിക്കും ഷിഫ്റ്റ് ചെയ്യണം. നമ്മൾ ഇതുവരെ ചിന്തിച്ച് കൂട്ടി വെച്ച കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റിലേക്ക് കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരുന്നത്? നമുക്ക് ബോധ്യപ്പെടണം, നമുക്കതിന് വേണ്ടിയിട്ട് റീഫ്രെയിമിങ് ചെയ്യാം. റീഫ്രെയിമിങ് എങ്ങനെ ചെയ്യാം? നമ്മൾ ചിന്തിച്ചതിൻ്റെ വേറൊരു സ്റ്റോറി ഉണ്ടാകും, നമ്മൾ ചിന്തിക്കാത്തൊരു സ്റ്റോറി ഉണ്ടാകും, അതെന്തായിരിക്കും എന്ന് നമ്മളോട് ചോദിക്കുക. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഹൗ ഡു യു പ്രാക്ടീസ് ദാറ്റ്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ശരിക്കും നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത്, ഓക്കെ, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല. കൺസിസ്റ്റൻസി പ്രശ്നമുള്ള എത്ര ആൾക്കാരുണ്ട്? ഞാൻ എന്ത് ചെയ്താലും പരാജയപ്പെടും, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല. ഇതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഞാൻ വിശ്വസിച്ചു അത്. ഞാനിങ്ങനെ ചിന്തിച്ചാലും ഞാൻ കുറേ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ സ്റ്റോപ്പ് ആവുന്നു, കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ എനിക്കിത് ബോധ്യപ്പെട്ടത് എന്താണ്? ഓക്കെ, ശരി, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല, തുടർച്ചയായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ,
അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതെന്റെ അനുഭവമാണല്ലോ, ഞാൻ ചെയ്തതാണല്ലോ, എനിക്ക് തെളിവുണ്ടല്ലോ, ഞാനത് വിശ്വസിച്ചു. എനിക്കൊരു കൺസിസ്റ്റൻസിയിൽ പ്രശ്നമുള്ള ഒരാളാണ്, ഇത് എന്റെ ബിലീഫായി മാറി. ഈ ബിലീഫ് എനിക്ക് ചേഞ്ച് ചെയ്യാത്തത്തോളം കാലം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്തത് വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ശരിക്കും അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കൂട്ടുകെട്ട് ആണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയെന്ന് മനസ്സിലായി. കാരണം ഞാൻ ചില ആൾക്കാരുടെ കൂടെ സമയം ചെലവഴിച്ചപ്പോൾ അവർ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർക്ക് കുറച്ച് എന്താ പറയുക, അവരിങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ വലിയ പ്രോജക്റ്റുള്ള സംഗതികൾ താല്പര്യമില്ല. നമുക്ക് എന്താണോ കാര്യങ്ങൾ നടന്നു പോകണം, ആർക്ക് ലൈഫ് എൻജോയ് ചെയ്യണം, ആ സംഗതികൾ മാത്രം. അപ്പം എനിക്കിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടെ പോയപ്പോഴാണ് എൻ്റെ ചിന്തകൾ നടന്നത്. ഇതിനെന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ മെൻറ്ററാണ്. എൻ്റെ മെൻറ്റർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറഞ്ഞു എന്നോട്. ലൈക്ക് ആക്ച്വലി നിൻ്റെ ലൈഫിൽ എന്ന് മുതലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്? എനിക്ക് മനസ്സിലായി, ഞാനിങ്ങനെ കൂട്ടുകെട്ട് മാറി, മോശം കൂട്ടുകെട്ടുകൾ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പ്രോബ്ലം എൻ്റെതല്ല. എനിക്ക് ശരിക്കും മനസ്സിലായത് എന്താ വെച്ചാൽ, കാരണം അവരുടെ അടുത്ത് പോയപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ തിങ്കിങ് അങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ ആരോ നെഗറ്റീവ്ലി ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ പേര് എഴുതാമോ? അപ്പോൾ എഴുതിയപ്പോൾ കുറേ ആൾക്കാരുടെ പേര് വന്നു. അപ്പോൾ അവരുടെ കൂടെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തിങ്കിങ് ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കേ, അപ്പം ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചത് തെറ്റാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലാണ് ലിമിറ്റിംഗ് ബിലീഫ് സംഭവിച്ചതെങ്കിൽ പോലും, ഞാൻ തന്നെ കാരണമാണ് നീട്ടിവെക്കുന്നുണ്ടായെങ്കിൽ പോലും, പക്ഷേ ഇത് തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇതിനൊരു കാരണമുണ്ടായിരുന്നു, ഇതിനൊരു തുടക്കം ഉണ്ടായിരുന്നു. അതെവിടെയാണെന്നുള്ള അന്വേഷിക്കേണ്ടത്. ഇങ്ങനെ അനുഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അല്ലാതെ ഇത് എൻ്റെ റിയാലിറ്റി അല്ല. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ കൺസിസ്റ്റൻസി ഇല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് സ്വഭാവം, ഇങ്ങനൊരു സാധനം ഞാനിങ്ങനെ പറയുന്ന ഒരു ഡയലോഗ് എനിക്കൊരു സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു, ഇനി ആ ഡയലോഗ് പറയാൻ പാടില്ല. ഞാൻ ശരിക്കും ഇരുന്ന് ആലോചിച്ചു, ശരിയാണല്ലോ, ഞാനത് പറയുന്നുണ്ടല്ലോ, എന്നെ ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ വായിലൂടെ വരുന്നുണ്ടല്ലോ. അപ്പം എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ഇന്റേണൽ ഡയലോഗ്, അതിൽ നമ്മുടെ വാക്കുകളിൽ അത് പ്രതിഫലിപ്പിക്കും. നിങ്ങൾ കോമൺ ആയിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്, ശ്രദ്ധിച്ചു നോക്ക്. ഹലോ, ശരിയല്ലേ? നിങ്ങൾ പറയുന്ന ചില വേർഡ്സുകളുണ്ട്, ആണ് അതൊന്ന് എഴുതി നോക്ക്, കറക്റ്റായിട്ട് എഴുതി നോക്ക്, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് വേർഡ്സ്, എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് പറയാറില്ലേ ഒരു വാക്ക്? പറയാറുണ്ടോ? എൻ്റെ മെയിൻ പ്രോബ്ലം, അല്ലെങ്കിൽ എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഇങ്ങനെയൊക്കെ പറയാം. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ വേർഡ്സുകളുണ്ടാവും. നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ചില വേർഡ്സുകളുണ്ടോ? ഉണ്ടോ? ഏത് വേർഡാണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളത് കോമൺ ആയിട്ട്? എൻ്റെ മെയിൻ പ്രശ്നം മടിയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കും. അതായത് ഈ രണ്ട് കാര്യം പ്രശ്നമാണ്. ഒന്ന് എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞ വേർഡ് തന്നെ പ്രശ്നമാണ്. കാരണം ദാറ്റ് ഹാസ് എ നെഗറ്റിവിറ്റി. ഓക്കെ, അത് ചിലപ്പോൾ മടിയെന്ന് മാത്രമല്ല. അപ്പൊ അതിലേക്ക് പിന്നെ രണ്ടാമത് അതിനെ ഫോളോ ചെയ്ത് വരുന്ന സാധനമുണ്ട്. അതും കൂടി ഉണ്ടാകുമ്പോൾ എന്തായി, സ്ട്രോങ് ആയി. ഒന്ന് ഓൾറെഡി ഞാൻ പ്രോബ്ലം ഉള്ള ആളാണെന്ന് നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു, ബിലീഫ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ മുകളിൽ നമ്മൾ ഇത് അടുത്ത വേർഡ് ഉപയോഗിച്ചത്, എൻ്റെ മെയിൻ പ്രശ്നം, അപ്പൊ ഒരു പ്രശ്നമുണ്ട് എന്ന് റെഡിയായി. മടിയാണ്. മടിയാണ്. അപ്പൊ മടിയാണ്. ഈ രണ്ട് സാധനം, ഒരു മടിയനായ പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ, പോരാ എന്ന അർത്ഥം അതിന് വന്നു. Yes or no? What happened? And that became your belief about you. എന്താണോ നിങ്ങൾ ബിലീവ് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിലുള്ളത്, അതിനനുസരിച്ചാണ് നിങ്ങളുടെ ആക്ഷൻ പുറത്തേക്ക് വരുള്ളൂ. ആസിയ മാം ചോദിക്കുന്നത് എങ്ങനെയാണ് മാറ്റം? ഈ രണ്ട് കാര്യം. ഒന്ന്, ഈ നെഗറ്റീവ് ടോക്ക് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. നമ്മൾ ക്യാച്ച് ചെയ്യുക. നമ്മൾ വീണ്ടും അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഞാൻ ഭയങ്കര, ആ വേർഡ് പറയാൻ പാടില്ല. ഞാൻ ഭയങ്കര പ്രശ്നം, അല്ലെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ മെയിൻ പ്രോബ്ലം, ഈ ഡയലോഗുകൾ ഇനി പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. ചില ആൾക്കാർ ചെയ്യുന്ന സാധനം എന്താണെന്നറിയോ? എനിക്കങ്ങോട്ട് സ്ട്രെസ് ഇങ്ങോട്ട് വന്നിട്ട് എനിക്കങ്ങോട്ട് വയ്യ, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. ഈ കോഴ്സ് ചെയ്ത ആൾക്കാർ അറിയാതെ പറഞ്ഞു പോകുന്ന സാധനമുണ്ട്, എൻ്റെ ഈ ട്രോമ ഉണ്ടല്ലോ, ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. ട്രോമ ആണ് ഇഷ്യൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിണ്ടാൻ പാടില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ട്രോമയാണ് പ്രശ്നം, പക്ഷെ അത് പിന്നെയും പറഞ്ഞ് ആഘോഷിക്കരുത്.
ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇതൊരു ആഘോഷമാണ്, ഇത് ഇങ്ങോട്ട് ഫീൽ ചെയ്ത് ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു എന്തോ ഒരു ഉള്ളിൽ നിന്ന് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടോ. അപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ തോന്നലുകളും ചിന്തകളും ഫീലിങ്സും പറയാൻ പാടില്ല. കൺസിസ്റ്റൻസി ഇല്ലെന്ന് തോന്നൽ കാരണം ഞാൻ റൂമിൽ എഴുതി വെച്ച ബോർഡ്. ഓക്കെ, കൺസിസ്റ്റൻസി വാട്ട് ട്രാൻസ്ഫോംസ് ആവറേജ് ഇൻ ടു എക്സലൻസ്. യെസ്, ഇത് കുഴപ്പമില്ല, നല്ലതാണ്, അത് എഴുതി വെച്ചോളൂ. ദാറ്റ്സ് എ ഗുഡ് വൺ. അതെന്താണ്, നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാണ് അല്ലേ, നിങ്ങളെന്ന് റിമൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. സാർ, ഈ ഉറക്കം ഇല്ലാത്ത ആളുകളോട് അവർ പിന്നെ ഉറക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതേപോലെ ഞാൻ കുറച്ച് ഇന്ന് ഉറങ്ങി എത്രയാണോ ഉറങ്ങിയത് അത് പറഞ്ഞ് കൂട്ടുന്ന പോസിറ്റിവിറ്റി കൊടുക്കാമല്ലോ അല്ലെ. അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ദാറ്റ് ബിക്കംസ് യുവർ റിയാലിറ്റി. ഡോണ്ട് ടോക്ക് അബൌട്ട് യുവർ പ്രോബ്ലം. ബിക്കോസ് നിങ്ങൾക്ക് പറയാൻ തോന്നും, നിങ്ങൾക്ക് വിഷമാണ്, അപ്പൊ നിങ്ങൾക്ക് പറയാൻ തോന്നും. പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നെഗറ്റീവ് സംസാരിക്കാതിരിക്കുക. ഇതെങ്ങനെ മാറ്റാന്നുള്ള നെഗറ്റിവിറ്റി സംസാരിക്കണം, സ്റ്റോപ്പ് ചെയ്യുക. എന്ത് ഉപകാരം, എന്തോ ഒരു ആശ്വാസം അല്ലേ. അതായത് ഒന്നുമില്ല, ഒരു ന്യായീകരണം, ഒരു സങ്കടം പറഞ്ഞിട്ട് വേറെ ആളുടെ അറ്റൻഷൻ നേടിയെടുക്കുക, സ്നേഹം നേടിയെടുക്കാൻ ശ്രമിക്കുക, സമാധാനം. ഓ എനിക്ക് വയ്യ, മിണ്ടരുത്. അസുഖം വന്നു, ഓ എനിക്ക് വയ്യ, പെയിൻ എടുക്കുന്നു, ഈ ഡയലോഗ് പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? ഡോണ്ട് ടോക്ക് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് റിയലി പെയിൻ. അങ്ങനെ പറയരുത്. തെറാപ്പി ചെയ്യുന്ന സമയത്ത് പറയും. വെൻ യു ആർ ഡൂയിങ് തെറാപ്പി ദാറ്റ്സ് ഗുഡ്. ഹീൽ ചെയ്യുന്ന സമയത്ത്. അതല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുക. ഹീൽ ചെയ്യുന്ന സമയത്ത് അത് ഫീൽ ചെയ്യണം, മാക്സിമം ഫീൽ ചെയ്താലാണ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ലാത്ത സമയത്ത് എന്ത് ചെയ്യരുത്, ഈ സാധനം പറയാൻ പാടില്ല. അത് ഊട്ടി ഉറപ്പിക്കും, അത് ഉള്ളിലേക്ക് നിങ്ങളുടെ ബിലീഫായിട്ട് മാറും. ആ ബിലീഫ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള ഇങ്ങനെ പറയുക. സക്സസ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഐ വിൽ ഷോ യു. ഞാനത് കാണിക്കാം നിങ്ങൾക്ക് ഇവിടെ. സക്സസ് സൈക്കിൾ ഞാൻ ഒരു ഷെയർ ചെയ്യാം. ലെറ്റ് മീ ചെക്ക്. സക്സസ് സൈക്കിൾ. ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് വൺ മോർ ടൈം. സക്സസ് സൈക്കിൾ. സക്സസ് സൈക്കിൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. 4 പോയിന്റ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് എന്താ വെച്ചാൽ മൈൻഡ് സെറ്റ്, ബിലീഫ് എന്ന് പറയും. ഓക്കെ, ഒന്ന് ബിലീഫ്. 2 ആക്ഷൻ, പൊട്ടൻഷ്യൽ. 3 ആക്ഷൻ. 4 റിസൾട്ട്. എന്താണ്? ബിലീഫ്, പൊട്ടൻഷ്യൽ, ആക്ഷൻ, റിസൾട്ട്. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ, എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞേ. ഒന്ന് ബിലീഫ്, പൊട്ടൻഷ്യൽ, ആക്ഷൻ, പൊട്ടൻഷ്യൽ, ആക്ഷൻ, റിസൾട്ട്. എനിക്കിവിടെ സ്ലൈഡ് ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല, പ്രസന്റേഷൻ വേറെ ഇതിലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഈ ബിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിലീഫ് എങ്ങനെയാണോ ആ ബിലീഫിനനുസരിച്ചാണ് എന്ത് വരുന്നത്. നമുക്ക് നല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരാൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്ത് ചെയ്യും, അയാളുടെ പൊട്ടൻഷ്യൽ, അയാളുടെ കഴിവ്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കഴിവ്, സ്കില്ല്, അത് നല്ല രീതിയിൽ പുറത്തെടുക്കാൻ പറ്റും. നല്ല ബെസ്റ്റ് സ്കില്ല് പുറത്തെടുക്കുമ്പോൾ അയാളുടെ ആക്ഷൻ, മൂന്നാമത്തത് എന്താണ്, ആക്ഷൻ, അത് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോൾ, എടുക്കേണ്ട പണി നന്നായിട്ട് എടുക്കുമ്പോൾ റിസൾട്ട് അടിപൊളിയായിട്ട് വരും. യെസ് ഓർ നോ? ഈ റിസൾട്ട് നന്നായിട്ട് അടിപൊളിയാകുമ്പോൾ വീണ്ടും അയാൾക്ക് അയാളെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജും ബിലീഫും എന്താകും, നല്ല സ്ട്രോങ് ആവും. സ്ട്രോങ് ആകുമ്പോൾ വീണ്ടും അയാളുടെ പൊട്ടൻഷ്യൽ എന്തെങ്കിലും പുറത്തേക്ക് വരും. അയാളുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും അയാൾ എന്ത് ചെയ്യും, നല്ല ആക്ഷൻ എടുക്കും. നല്ല ആക്ഷൻ എടുക്കുമ്പോൾ വീണ്ടും അയാൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ക്ലിയർ ആണോ? ഇതിങ്ങനെ ആവർത്തിക്കുന്നതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ സക്സസ്ഫുൾ ആയി തുടരുന്നതിന് കാരണം. ഇനി ഇതിന്റെ തുടക്കം ഇടുന്ന ബിലീഫാണ്. അടുത്തെന്ന് പറയുന്നത്, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ബിലീഫ് ഉണ്ട്, പക്ഷെ എന്തില്ല, പക്ഷെ ബിലീഫ് ഇല്ല അവർക്ക്. ബിലീഫ് കുറവാണ് അവർക്ക്. അവരിൽ ബിലീഫ് ഇല്ല. അവർ നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പോരാ, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്.
എൻ്റെ മെയിൻ പ്രോബ്ലം ഇതാണ്, എനിക്ക് ഇതാണ്, ഇതന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾക്ക് ബിലീഫ് കുറവായിരിക്കും, അയാളുടെ ആത്മവിശ്വാസം ഉണ്ടാവില്ല. അയാൾ പോയിട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ്? അയാളുടെ ബിലീഫ് കുറവായതുകൊണ്ട് അയാളുടെ പൊട്ടൻഷ്യൽ കുറച്ചേ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. പൊട്ടൻഷ്യൽ പുറത്തെടുക്കുമ്പോൾ അയാൾക്ക് സ്ട്രെസ് വരും, ടെൻഷൻ വരും, പേടി വരും. കാരണം ഉള്ളിൽ പേടിയുള്ളത് ഓട്ടോമാറ്റിക്കലി വരയ്ക്കും. ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്ത് ചെയ്യും? ആക്ഷൻ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയില്ല. അയാളുടെ റിസൾട്ട് പോറായിരിക്കും. റിസൾട്ട് പോറായി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? അയാളുടെ ബിലീഫ് വീണ്ടും തകരും. വീണ്ടും തകരുമ്പോൾ അയാൾ എന്ത് ചെയ്യും? വീണ്ടും അയാളുടെ പൊട്ടൻഷ്യൽ കുറഞ്ഞു പോകും. പൊട്ടൻഷ്യൽ കുറയുമ്പോൾ വീണ്ടും അയാളുടെ ആക്ഷൻ പോറാം. വീണ്ടും ആക്ഷൻ പോറാകുമ്പോൾ അയാൾ വീണ്ടും റിസൾട്ട് കുറയും. വീണ്ടും കൂടുതൽ നെഗറ്റീവ്. സോ ഈ വിറയല് വരുന്നത് ഉള്ളില് പേടിയുള്ളത് കൊണ്ടാണ്. എങ്ങനെ? വിറയല് വരുന്നത് ഉള്ളില് പേടിയുള്ളത് ഉള്ളിൽ പേടിയുള്ളത് കൊണ്ടാണ്. ഉള്ളിൽ പേടിയുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഓവറായിട്ട് ഒരു കാര്യം തിങ്ക് ചെയ്ത് കഴിഞ്ഞാല് ആ കാര്യം വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു വിറയല് വരികയാണ്. വരും 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 അത് വരും, സ്വാഭാവികമാണ് കേട്ടോ. ഞാൻ പറയാം. അപ്പൊ ചിന്തകളാണ് പ്രശ്നം. നമ്മുടെ ചിന്തകൾ എന്തുകൊണ്ട് എങ്ങനെയായി? നമ്മളെന്താ നമ്മളോട് പറയുന്നത്? അത് കേട്ടു നോക്ക്. അതൊക്കെ കാര്യമാണ്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണല്ലോ. എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? നെഗറ്റീവ് തോട്ടാണ്. നെഗറ്റീവ് തോട്ടാണ്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ ഈ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ചിന്ത മാറ്റിയിട്ടുണ്ട്. അപ്പൊ മാറ്റിയതിനനുസരിച്ച് ഗുണമുണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ. മാറ്റം വരാൻ തുടങ്ങി. പക്ഷെ ഇന്നൊക്കെ മെഡിറ്റേഷനിൽ തന്നെ നന്നായിട്ട് കരഞ്ഞു. കരയണം. കരയുമ്പോ നിങ്ങൾ ഹീലിംഗ് നടക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ ശരിക്കും നമ്മുടെ പ്രോഗ്രാമിൽ ഇങ്ങനെ വിറയല് വരുമ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കും, എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് വരാൻ കാരണം. ഓക്കെ. അപ്പൊ അത് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ക്ലാസ് മാത്രം കേട്ടാൽ പോരാ. പറ്റുമെങ്കിൽ നമ്മുടെ ട്രോമ ഹീലിംഗ് കോഴ്സിലേക്ക് വരും. അതാകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അത് എടുത്ത് കളയാം. ഓക്കെ. അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനുകളൊക്കെ ആ മൈൻഡ് കേൾക്കോ? നമുക്ക് എന്തും പറയാനുള്ള അവസരം ഉണ്ടാവും അവരോട്. കംപ്ലീറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ തരും. ക്ലാസ് തന്നെ ഭയങ്കര ഇന്ററാക്റ്റീവ് ആണ്. എന്ത് സംശയങ്ങളും ചോദിക്കാം, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. 1-to-1 നിങ്ങൾക്ക് സംസാരിക്കാം. ഐ മീൻ 1-to-1 എന്ന് പറയുമ്പോൾ ഒരാളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറയാം. എന്നിട്ട് അവർ നിങ്ങളെ വിളിച്ച് സമാധാനിപ്പിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് നിങ്ങളുടെ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളും മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞ് നിങ്ങളെ ഒരു പുതിയ ഒരാളാക്കിയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സെഷനിലൊക്കെ. അതായത് അവരിപ്പം എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞ ഇന്നലെ എന്ന് വെച്ചാൽ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞത്, അദ്ദേഹത്തെ ഇപ്പം ദോഷം മറിച്ചിരുന്ന പോലെ മറിച്ചിട്ട പോലെയാണ്. അദ്ദേഹം എന്താ വെച്ചാൽ ഇങ്ങനെയാണ് കടന്നിരുന്നത്, അതിൽ നിന്ന് ഇങ്ങനെ ആയിപ്പോയി എന്നാണ്. അയാൾ ചിന്തിച്ചതൊന്നും ഇത്രയും കാലം അദ്ദേഹം ചിന്തിച്ചതൊന്നും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സുനിൽ സാർ ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ നമ്മുടെ ജബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ കംപ്ലീറ്റ്ലി പേടിച്ച് വല്ലാണ്ട് ബുദ്ധിമുട്ടി പെയിനിൽ നിന്നിരുന്ന ഒരാൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി അതായത് മണ്ണിനടിയിൽ കിടന്നിരുന്ന വലിയ കുഴിയിൽ കിടന്നിരുന്ന ഒരാളെ എടുത്തിട്ട് വലിയൊരു കുന്നിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുള്ള പ്രതീതിയാണ്. ഐ മീൻ അത്രയ്ക്കും ജീവിതത്തിൽ വിജയത്തിന്റെ ഒരു കൊടുമുടിയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ആ ട്രാക്കിലേക്ക് എത്തിച്ച ഫീലാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾക്ക് ഫീഡ്ബാക്സുകൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ കാണാൻ പറ്റും. സോ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക. വന്നു കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന ടെക്നിക്ക് കൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. മാനേജ്മെന്റ് ആണ് ഇപ്പം നിങ്ങൾക്ക് നടക്കുകയുള്ളൂ. പക്ഷെ പൂർണ്ണമായിട്ട് അതങ്ങ് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അത് ടൂള് വേറെ തന്നെയുണ്ട്. അതിന് വേറെ ടെക്നിക്ക് തന്നെ പഠിക്കണം. അത് ഡെപ്തിൽ ഇരുന്ന് പഠിക്കേണ്ടതാണ്. അതൊരു 30 ദിവസത്തെ പരിപാടിയാണ്. ഇതിൽ 10 ദിവസം ഇന്റൻസീവായിട്ട് ഹീലിംഗ് ആണ്. നമ്മളിങ്ങനെ ഹീൽ ചെയ്ത് ശരിയാണോ നസ്രീൻ? യെസ്, ഡു അഗ്രി വിത്ത് മീ? ഞാനൊക്കെ കുഴൽക്കിണറിലായിരുന്നു പോകുന്നത്. ഞാൻ കുഴിന്ന് വിട്ട് കുഴൽക്കിണറിലായിരുന്നു ഞാനൊക്കെ ഉണ്ടായിരുന്നത്. എനിക്ക് മനസ്സിലായത് വന്നതിന് നഷ്ടാവൂല എന്തായാലും ആർക്കാണെങ്കിലും. കാരണം വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യും. കാരണം നസ്രീനൊക്കെ എന്താ വെച്ചാൽ ചെയ്തിട്ട് ഹീലിംഗ് ചെയ്ത ഒരു 4-ാമത്തെ ദിവസം മുതൽ നസ്രീൻ ചിരി തുടങ്ങിയിട്ടുണ്ട്. അതായത് എങ്ങനെയാണെന്ന് അറിയില്ല, പെട്ടെന്ന് നസ്രീൻ പറഞ്ഞ ആ ഒരു കുഴൽക്കിണർന്ന് നസ്രീൻ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നിന്ന് ചിരിക്കുകയാണ്. ഈ ചിരി കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. 3-4 ദിവസം ഷി വാസ് ഗോയിങ് ത്രൂ ദാറ്റ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നസ്രീൻ? ഓക്കെ ആണ്? ഇപ്പോഴും ചിരി വരാറുണ്ടോ? എന്താ വാട്ട്സ് ഹാപ്പനിങ്? നസ്രീന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നസ്രീന്റെ നമ്പർ അങ്ങനെ പബ്ലിക് ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ കൊടുത്തോളൂ, അവർ ബന്ധപ്പെട്ടോളൂ. ഇവരും ഇത് സെയിം നാടൻ. അവിടെ പരപ്പനങ്ങാടി എന്നല്ലേ പറഞ്ഞു? ഞാനും അവിടെ എവിടെ? പരപ്പനങ്ങാടി. എവിടെ പരപ്പനങ്ങാടി? ഞാനും അവിടെ തന്നെ. പരപ്പനങ്ങാടി തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്.
ഓക്കെ, ശരി. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷാല്, നിങ്ങളുടെ ഇതിലേക്ക് വരാം, നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ക്ലാസ്സിൽ പറഞ്ഞ എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ വട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. ഇപ്പൊ നസ്രീൻ ഇതിന് മുൻപ് എന്താ വെച്ചാൽ എക്സാം എഴുതാൻ പോയി എന്ന് പറഞ്ഞ സ്റ്റോറി ഇന്ന് പറഞ്ഞു അല്ലെ. എക്സാം എഴുതാൻ പോയപ്പോൾ നസ്രീന്റെ ബിലീഫ് എന്തായിരിക്കും ചേഞ്ച് ചെയ്ത്, നമ്മൾ ട്രോമ ഹീലിംഗ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ആ കോഴ്സിലൂടെ കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ആയിട്ടില്ല. ആ ചേഞ്ച് ആകാതെ പോകുമ്പോൾ ഇതിനു മുൻപ് എക്സാം എഴുതാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുക, പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ കഴിയില്ല, പേടിച്ചിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിട്ട് ഓട്ടോമാറ്റിക്കലി എക്സാം എഴുതുമ്പോൾ എന്തെങ്കിലും പാളിപ്പോകും, ഉത്തരങ്ങൾ കറക്റ്റായിട്ട് എഴുതാൻ കഴിയില്ല, ആക്ഷൻ വീക്ക് ആവും. സോ എക്സാം റിസൾട്ട് എന്താവും, പൂവാറായി മാറും. ഇപ്രാവശ്യം എന്ത് ചെയ്തു, നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പോയിട്ട് എഴുതാൻ പറ്റിയതോടുകൂടി നല്ല റിസൾട്ട്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റി, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അത് എഴുതാൻ പറ്റിയതോടുകൂടി സോ നല്ല രീതിയിലുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഇപ്പം തന്നെ ഉണ്ട്. സോ ദാറ്റ്സ് കോൾഡ്, ആ റിസൾട്ട് ഇംപ്രൂവ് ആയി. ദിസ് ഇസ് വാട്ട് ഹാപ്പൻ, ദിസ് ഇസ് കോൾഡ് സക്സസ് സൈക്കിൾ. അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ഷിഫ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് കംപ്ലീറ്റ്ലി എന്താക്കി മാറ്റുക, പോസിറ്റീവാക്കി മാറ്റുക. അത് പോസിറ്റീവായിട്ട് മാറ്റുമ്പോൾ അത് ഇനി ഒരിക്കലും സംസാരിക്കരുത്, നെഗറ്റിവിറ്റി മിണ്ടിപ്പോകരുത്. നെവർ ടോക്ക് അബൌട്ട് നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടോ നെഗറ്റീവായിട്ടുള്ള സാർ, സങ്കടങ്ങൾ ഈ നെഗറ്റിവിറ്റി പറയുമ്പോഴുണ്ടാവുന്ന പേടിയെ കുറിച്ചാണോ സാർ പറഞ്ഞത്? ഈ പേടി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ട്രാക്കനോട് വിട്ടു. ഞാൻ എന്താ പറഞ്ഞത് സാർ? ഇപ്പൊ ഒരു പേടിയെ കുറിച്ച് പറഞ്ഞത്, അല്ല, പേടി വരുന്നത് പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റാത്ത. ഒരാൾ ചോദിച്ചു പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റാത്ത പേടി വരുന്നത് അതുകൊണ്ടാണ്, കോൺഫിഡൻസ് കുറവാണ്. ഐ മീൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയോ എന്നുള്ള പേടി വരൂലേ? ഓക്കെ, ആ പേടി വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മുടെ നെഗറ്റീവ് തിങ്കിങ് കൊണ്ട് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എത്രയോ സ്ത്രീകളുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ലിമിറ്റിംഗ് തിങ്കിങ് എന്താ പറയുക, ഞാനൊരു സ്ത്രീയാണ്, കേവലം ഒരു സ്ത്രീയാണ്, വെറും ഒരു സ്ത്രീയാണ്, ഞാൻ വെറും അല്ലേ, ഇങ്ങനെയല്ലേ പറയാറുള്ളത്? കാരണം എന്താ, ഇത് ആരാ പഠിപ്പിച്ചത്? സ്ത്രീകൾക്ക് ഇത് നിങ്ങളുടെ മൈൻഡിൽ ഇട്ട് തന്നത് ആരാ? നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ ഈ സമൂഹമോ ഒക്കെ ഇട്ട് തന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കിട്ടുന്നതാണ്. നീ വെറും ഒരു പെണ്ണാണ്, നീ വെറും ഒരു സ്ത്രീയാണ്, നീ ഒരു കുട്ടിയാണ്, നീ അടക്കി ഒതുങ്ങി, കാരണവന്മാര് ചെയ്തു വെച്ചുള്ള സംഗതികളാണ്. അപ്പൊ ഈ ബിലീഫ് എന്താണ്, ഇത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ലിമിറ്റിംഗ് ബിലീഫായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് ബിലീഫ്. ഈ ലിമിറ്റ് ബിലീഫായിട്ട് കടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് നിങ്ങളുടെ റിയാലിറ്റി. നിങ്ങൾ വിശ്വസിച്ചു, ഞാൻ ഒരു പെണ്ണാണ്, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്, അതല്ലേ യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ കോഗ്നിറ്റീവ് ബിഹേവിയറിലുള്ളത്. അത് വിശ്വസിക്കാത്ത എത്രയോ സ്ത്രീകളുണ്ട്, ഇല്ലേ? പേളി മാണിയുടെ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് സക്സസിൽ എത്തണമെങ്കിൽ നമ്മൾ ഗേൾ ആണെന്നുള്ള കാര്യം മറക്കണം. അത്രേ ഉള്ളൂ. നിങ്ങളൊരു വ്യക്തിയായിട്ട് കാണുക. നിങ്ങൾ ആണാണെന്നും ചിന്തിക്കണ്ട, പെണ്ണാണെന്നും ചിന്തിക്കണ്ട. യു ആർ എ പേഴ്സൺ, യു ആർ എ ഹ്യൂമൻ with a lot of intelligence, with a lot of skills, with a lot of capability, and think about from that. ആ പോയിന്റിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, കഴിവുള്ളൊരു വ്യക്തിയാണ്, നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് ഇന്റലിജൻസിന്റെ ബുദ്ധിയുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്തും പോസിബിൾ ആണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. അത് വിശ്വസിക്കുന്ന ആൾക്ക് എന്തും പോസിബിൾ ആണ്. അതല്ല നിങ്ങൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ, ഓക്കെ ഞാനൊരു മലപ്പുറംകാരിയാണ്, അല്ലെങ്കിൽ ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്, അല്ലെങ്കിൽ ഞാനൊരു നാടൻ പെണ്ണാണ്, അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുക, ഒരു ഇത്താത്തയാണ്, ഞാൻ വെറും ഒരു സാധാരണ പെണ്ണാണ്, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് അതില്ല മറ്റില്ല, കഴിഞ്ഞു, തീർത്തു. നിങ്ങളെ കൊന്നു, വേറെ ആരും കൊന്നിട്ടില്ല, നിങ്ങൾ എന്നെ കൊന്നത്. യു ഗോട്ട് ഇറ്റ്? വേറെ ആരൊക്കെയോ സാധനം നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് എന്ത് ചിന്തിക്കുകയാണ്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ലൈക്ക് ഇഫ് യു വാണ്ട് ടു ഷിഫ്റ്റ്, നമ്മുടെ കോഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് 30 പേരാണ് നിങ്ങളുടെ ലൈഫ് നിയന്ത്രിക്കുന്നത്. ഈ 30 പേരാണ് നിങ്ങളെ പറഞ്ഞ് ഈ കോലത്തിലാക്കിയത്, കൂടിനുള്ളിലാക്കിയിട്ടു. നിങ്ങൾ ആ 30 പേര് പറയുന്നത് നിങ്ങൾ ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ട, പക്ഷെ അത് വിശ്വസിക്കാൻ നിൽക്കരുത്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ധിക്കരിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് എതിർക്കേണ്ട, പ്രശ്നത്തിന് പോകണ്ട. അത് ട്രോമ റെസ്പോൺസ് ആണ്. ട്രോമ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകില്ല. മറിച്ച് അതിന് പകരം അത് വിശ്വസിക്കേണ്ട, അത് അവർ പറഞ്ഞോട്ടെ, അത് അവരുടെ ഫീലിങ്സ് ആണ്, അത് അവരുടെ വിശ്വാസമാണ്, അതിനെ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ ശരി, നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ഇരുന്ന വഴക്കൊന്നും പോകണ്ട. പക്ഷെ നിങ്ങളെ കണ്ടുവഴിക്ക് നിങ്ങൾ എന്ത് ചെയ്തു, കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്ത് പോവാം. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധി രാജ്യം ഭരിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ എത്രയും പുരുഷന്മാരുണ്ടായിരിക്കെ ഇന്ദിരാഗാന്ധി രാജ്യം ഭരിച്ചിട്ടുണ്ട്. ആൻഡ് ഷീ വാസ് എ ലേഡി ആൻഡ് ഷീ ഡിഡ് ബിലീവ് ദാറ്റ്. ആ പുള്ളിക്കാരിക്ക് എന്തുണ്ടായിരുന്നില്ല, ഒരു ബിലീഫ് ഉണ്ടായിരുന്നില്ല. എന്ത്? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫിന്റെ മറ്റുള്ള ഏരിയാസിൽ ചില ചാലഞ്ചസ് വരും. ആ ചാലഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അതിനനുസരിച്ച് പറ്റിയിട്ടുള്ള രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് യുവർ ലൈഫ് ബിക്കം ടോട്ടലി ഡിഫറെന്റ് വൺ. അപ്പൊ അത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇലോൺ മസ്കിന്റെ മദർ ഒരു ഹിസ്റ്ററി ഇവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര ട്രാൻസ്ഫോം ചെയ്ത ലേഡിയാണ്. 3
ബില്യനേഴ്സിന് ഉണ്ടാക്കിയ ആളാണ് ഇലോൺ മസ്ക്. അവരുടെ ലൈഫിലെ ട്രോമയിൽ നിന്നാണ് അവര് വേറെ ലെവലിലേക്ക് പോയത്. 50 വയസ്സിന് ശേഷം അവർ ഒരുപാട് ഡിഗ്രി എടുത്ത് കൂട്ടി. പിന്നെ ആക്ച്വലി ഇലോൺ മസ്കിന്റെ ഫാദർ ഭയങ്കര ടോക്സിക് ആയിരുന്നു. യെസ്, ദാറ്റ് വാസ് വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ, ബട്ട് സ്റ്റിൽ ദേ മാനേജ്. അപ്പൊ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വിശ്വസിക്കരുത് ലിമിറ്റഡ് ആണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. ആ ചിന്താഗതി ആദ്യം എടുത്ത് കളയുക. എന്നതിനർത്ഥം ഞാൻ എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ അഹങ്കരിക്കുകയും ചെയ്യരുത്. അതാണെങ്കിൽ പെണ്ണാണെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്, സൗഹാർദ്ദപരമായിട്ട് ഇത് എങ്ങനെ ക്ലിയർ ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾ വിശ്വസിക്കുക, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക. മനഃപൂർവ്വം നമ്മുടെ മൈൻഡിനെ അത് ചെയ്യാം അല്ലെ? യെസ്, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ മനഃപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കുക, എല്ലാം നടക്കും പോസിറ്റീവായിട്ട്. അപ്പൊ പേടിക്കരുത്. ഓക്കെ, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പൊ വീട്ടുകാരെ പ്രശ്നം ഉണ്ടാക്കില്ലേ, അങ്ങനെ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാക്കും. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ് ഈസ് യുവർ ലിമിറ്റിംഗ് തിങ്. അതാ ഞാൻ പറഞ്ഞത്, അത് സ്റ്റോപ്പ് ചെയ്യുക. അതിന് പകരം എന്റെ വീട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്യും, അപ്പോഴും സപ്പോർട്ട് കിട്ടൂല, അപ്പോഴും വിശ്വസിക്കുക, സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല, ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടണ്ട, എനിക്ക് അതിന് ആവശ്യമില്ല, എനിക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. സോ ടാപ്പിംഗ് പഠിച്ച ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ഫീലിങ്സ് കട്ട് ചെയ്തിട്ടെന്ന് വെച്ചാൽ അതിനാണ് ഞാൻ പറയുന്നത്, കോഴ്സിലേക്ക് വരൂ, യു ക്യാൻ ക്ലിയർ ദാറ്റ്. ഈവൻ നിങ്ങളുടെ എനർജി ചേഞ്ച് ആവും. നിങ്ങളുടെ എനർജി ചേഞ്ച് ആയിക്കാൻ നിങ്ങളുടെ പാർട്ണറുടെ എനർജി ചേഞ്ച് ആവും. സപ്പോർട്ട് ചെയ്യാത്ത ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഡു യു വാണ്ട് ദാറ്റ്? ദെൻ കം ടു ദ പ്രോഗ്രാം. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ആയി തുടങ്ങും. ഓൾറെഡി ഇപ്പൊ പലർക്കും അത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യാറുണ്ട്. ശശീറൊക്കെ പറയുന്നത് വെച്ചാൽ ഹസ്ബൻഡൊക്കെ ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടീവാണ്. അടുത്ത കോഴ്സിന് വയ്ക്കും. ഇപ്പൊ പോകുന്നതുകൊണ്ട് നല്ല സമാധാനമുണ്ട്, സുഖമുണ്ട്, സന്തോഷമുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഈ ഫാമിലിയിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉള്ള പ്രശ്നങ്ങൾ വരെ ക്ലിയർ ആയിട്ട് പോകും. എന്താണ് വാട്ട് ഹാപ്പൻസ്, നിങ്ങളുടെ കൂടെയുള്ള ആളുടെ എനർജി ചേഞ്ച് ആവും. നിങ്ങളുടെ എനർജി ചേഞ്ച് ആവും. ആ എനർജി എന്ത് ചെയ്യും, വേറെ ആളുടെ എനർജിയായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ എനർജി അതിലേക്ക് കണക്ട്. പ്രത്യേകിച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പ് നിങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതായത് ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭാര്യ ഭർത്ത ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ എനർജി ചേഞ്ച് ആയി തുടങ്ങിയാൽ തന്നെ മറ്റൊരാളുടെ എനർജിയും ചേഞ്ച് ആയി തുടങ്ങും. പ്രത്യേകിച്ച് നിങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്ന സമയങ്ങളിൽ അത് ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് സംഭവിക്കും. ആൻഡ് ദെൻ യു ക്യാൻ ഓൾസോ ഹീൽ ദം. അവരെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ എനിവേ, നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരോടും പറയാനുള്ളത് എന്ന് വെച്ചാൽ, ചേഞ്ച് യുവർ ബിലീഫ്, ഷിഫ്റ്റ് യുവർ ബിലീഫ്. ഇറ്റ് വിൽ ഷിഫ്റ്റ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി വേറെ ഡിറക്ഷനിലേക്ക് പോകും. അതല്ല ഞാൻ ഇതാണ്, ഞാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയുള്ളൂ, എൻ്റെ അവസ്ഥ ഇതാണ്, ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ചിന്തകളൊന്നും പാടില്ല. നിങ്ങൾ എവിടെയാണെന്നുള്ളത് ഡസൻറ്റ് മാറ്റർ. ഇറ്റ്സ് ഓൾവേസ് മാറ്റർ വാട്ട് യു ബിലീവ് അബൌട്ട് യുവർ സെൽഫ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് യു, ഇറ്റ് ഡസ് മാറ്റർ വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. മറ്റുള്ളവർ എന്ത് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു. 30 പേര് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നു. ആ 30 പേര് മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോയാൽ 3 കോടി ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഉണ്ട്. തിങ്ക് അബൌട്ട് ദാറ്റ്. ആ 3 കോടി ജനങ്ങളെ സ്വീകരിക്കാനുള്ള ആൾക്കാർ, അന്നതിനർത്ഥം 30 പേരെ ഇട്ടൊരിഞ്ഞ് ഉപേക്ഷിച്ച് പോകണമെന്നല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പലതും ലിമിറ്റിംഗ് ബിലീഫാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് പറഞ്ഞു തരുന്നത്. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, രൂപേഷ് സാർ എന്തോ പറയാൻ ശ്രമിച്ചു. സാർ, ആ ലോ ഓഫ് അട്രാക്ഷൻ വിഷ്വലൈസേഷന്റെ കോഴ്സ് ഷെഹലാൻ മാഡം ആരോ ചെയ്യുന്നു പറഞ്ഞിരുന്നു. അത് നമ്മൾ എന്താ വെച്ചാൽ, അവർക്കിപ്പോൾ അവർക്ക് ട്രാവലിംഗ് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അത് എന്താ വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് അറിയിക്കും. ഓക്കെ, എന്താ വെച്ചാൽ അത് അവർ ഗൾഫിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സൗകര്യം ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തത്. ഓക്കെ, അങ്ങനെ സംഗതി ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഏതായാലും ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സ് വേറെ വരും. വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, അത് നമുക്ക് വേറെ തന്നെ വരുന്നുണ്ട്. വി ഹാവ് എന്താ പറയാ, ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിന്റെ ഒരു കോഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നത്. അത് ഹാജിറ മാം ആണ് ചെയ്യുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇപ്പൊ മോള് ഏജ് ലിമിറ്റ് 18 ഇയേഴ്സ് ആയി. അപ്പൊ പിന്നെ അത് സ്റ്റുഡന്റ് നോർമലി ആർക്കും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. നമ്മൾ അതിലേക്ക് വിളിക്കുന്നത് 7 ഗ്രേഡ് മുതലാണ്. അതായത് 7 മുതൽ മുകളിലോട്ട് സ്കൂളിലുള്ളവരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 7th മുതലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇത് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ കോളേജിലാണ് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇവള് +2 കഴിഞ്ഞിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി റിപ്പീറ്റാ ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര ടെൻസ്ഡ് ആണ് അവള്. നല്ലോണം ഇറ്റ് വിൽ ഹെൽപ്പ്. പോകുന്നുണ്ട്.
It will help her. I കാരണം think ഈ it will ചാൻസ് help her. കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താണ് അതെന്നുള്ളൊരു Yeah, it will help her. Not താല്പര്യം. problem. അപ്പൊ അപ്പൊ എന്തായാലും അവള് പറഞ്ഞ് ഞാൻ വലിയ വലിയ ആൾക്കാരുടെ EFTന്റെ ഇത് ചെയ്യണ്ട ഇതാണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ. കുട്ടികൾക്ക് ഏറ്റവും നല്ലത് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് ഫോക്കസ്ഡ് ആയിരിക്കുമല്ലോ. സോ ഇറ്റ് വിൽ ബി റിയലി ഫോർ ഹർ. ഓക്കെ ഓക്കെ. സോ അതിന്റെ ഫീ ഒക്കെ ചെയ്തോ സർ? അതിന്റെ ഫീ വരുന്നത് 4,099 രൂപയാണ്. ചെറിയ ഫീസേ ഉള്ളൂ. കാരണം നമുക്ക് നോർമലി ഇപ്പൊ 15 ദിവസത്തോളം അതിന്റെ പ്രോഗ്രാമിന്റെ അത് ഫോളോ ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് 2 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാം, അങ്ങനെ ആയിട്ട് പറ്റുമോ? അതിനുള്ള നോർമലി അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് നൽകുന്നില്ല. നിങ്ങൾ നമ്മുടെ ഒരു കൗൺസിലറായിട്ടും സംസാരിക്കും കേട്ടോ. ഫസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷൻ സാറ് ചെയ്തത് ഞാനുണ്ടാവും. ഇറ്റ് വിൽ ബി ഞാനുണ്ടാവും. ഞാൻ EFT എന്താണെന്നുള്ള സംഗതികൾ കംപ്ലീറ്റ്ലി ഞാനും ഉണ്ടാവും. അതേപോലെ തന്നെ ആചാര മാം ഉണ്ടാവും. ഓക്കെ. താങ്ക് യു. പിന്നെ അപ്പൊ അത് 5-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മക്കളെ അതിലേക്ക് വരാം. അതിൽ വന്നു കഴിഞ്ഞാൽ ഡിസംബർ 5-നോ? ഡിസംബർ 5-ന്. അതിൽ എന്ത് ഷാല് പറഞ്ഞോളൂ, എന്താ ചോദിക്കാനുള്ളത്? അല്ല സർ, അത് എങ്ങനെയാണ്, എത്ര ദിവസത്തേതാ? ഓക്കെ, 15 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. അതിൽ 5 days തിയറി ക്ലാസ് ആയിരിക്കും. ദെൻ പിന്നീട് വരുന്നത് എന്താ പറയുക 10 days പ്രാക്ടിക്കൽസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അത് ഫോളോ അപ്പ് സെഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ തിയറി ക്ലാസ് എന്താ വെച്ചാൽ 5 days ലൈവ് സൂം സെഷൻസ് ഉണ്ടാവും. പ്രാക്ടിക്കൽസ് വേറെ ഓരോ കുട്ടികൾക്ക് ഓരോ മെന്റേഴ്സിനെ ഏൽപ്പിച്ചിട്ട് കുട്ടികള് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യോ സർ? ഇങ്ങനെ എന്താണ് ടാപ്പിംഗ് ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്താണെന്നൊക്കെ ചോദിക്കും. അക്സെപ്റ്റ് ചെയ്യുമല്ലോ. നിങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യൂലേ? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ലേ? നമ്മുടെ ഒരു പേരുണ്ട്. ഞാൻ ഒറ്റ കാര്യമാണ്, എന്റെ മോള് ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടെങ്കിലും മൊത്തത്തിൽ എഗൻസ്റ്റ് ആയിരുന്നു. പക്ഷെ ഓവറോൾ എന്റെ അടുത്തുള്ള ചേഞ്ചസ് കണ്ടപ്പോ ഞാനിപ്പോ ഈ ഫ്ലയർ അയച്ചു കൊടുത്തപ്പോ തന്നെ ഇങ്ങോട്ടേക്ക് താല്പര്യം കാണിച്ചിട്ട് നമ്മുടെ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഒരു നല്ല പെർഫെക്റ്റ് ആയി. വെരി ഗുഡ്. അത് വരും, ഡോണ്ട് വറി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറഞ്ഞോളൂ. അടുത്ത ക്ലാസ് എപ്പോഴാണ് വരുന്നത്? അവനിപ്പോ ഈ മാസം 15-ാം തീയതി കഴിഞ്ഞാണ് അവന് ലീവ് ഉള്ളത്. അവൻ ബോർഡിങ്ങിലാണ് പഠിക്കുന്നത്. അപ്പൊ അവന് ഈ മാസം സാർ പറഞ്ഞ 5-ാം തീയതി അവൻ എത്താനോ ക്ലാസ് പങ്കെടുക്കാനോ പറ്റില്ല. അവന് ഇങ്ങനത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം അടുത്ത സെഷൻ എപ്പോഴാണ് വരുന്നത്? അടുത്ത ബാച്ച് നമുക്ക് അറിയിക്കാം. നമ്മൾ മേ ബി നെക്സ്റ്റ് ഒരു 2 months കഴിഞ്ഞിട്ടുണ്ടാവാനായിരിക്കും സാധ്യത. അതായത് ഒരു ഫെബ്രുവരിയിലോ മാർച്ചിലൊക്കെ ആയിരിക്കും, എക്സാമിന് മുൻപൊക്കെ ആയിരിക്കും. ഓക്കെ സാർ, ഫെബ്രുവരിയിലൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് എക്സാമിന് മുന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ശരി. ഇതിപ്പോ ഈ ഒരു എക്സാമിന് ഡിസംബറിൽ എക്സാം വരുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കുട്ടികൾ. സർ പിന്നെ 6th ഒക്കെ കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? 6th എന്ന് പറയുമ്പോ അവന് കുഴപ്പമില്ല, അവർക്ക് അറ്റൻഡ് ചെയ്യാം. 6th കുഴപ്പമില്ല. 12 കഴിഞ്ഞു. ശരി, അറ്റൻഡ് സാർ ഇതില് EFTയിലും എന്താ പറയാ, EFT യൂസ്ഫുൾ ആണ്. അതല്ലാതിനെയും നമ്മളെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് അവയർനെസ് കുട്ടികൾക്ക് കുറവാണല്ലോ. അപ്പൊ ഞാനിപ്പോ സാർ 2 കോഴ്സ് അറ്റൻഡ് ചെയ്താണല്ലോ. അപ്പൊ ആ സബ്ജക്റ്റിനൊക്കെ കുറച്ചെടുത്തിട്ടാൽ ഇപ്പം ആക്ച്വലി ഇത് സ്കൂൾ മുതൽ തുടങ്ങേണ്ട സംഭവമാണ് മൈൻഡിന്റെ സ്റ്റഡി. അപ്പൊ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നന്നായിരുന്നു. അത് വരും. EFT വരുമ്പോ അവയർനെസ് ഇല്ലാതെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കുട്ടികൾക്ക്. എന്റെ മോള് എന്നെ കളിയാക്കുന്ന ആളാണ്. ഞാൻ വയറുവേദനയൊക്കെ ആകുമ്പോ ഉമ്മ മാറ്റി തരട്ടെ, അപ്പൊ എന്നെ തമാശക്കും കൈ 2 കൂട്ടി പിടിച്ചിട്ട് ഇതാണോന്ന് ചോദിക്കും. അപ്പൊ അവൾക്ക് മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും അവള് ഉമ്മ പോയാട്ടെ, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയുമ്പോ വയറുവേദന ആകുമ്പോ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നത് എന്താ പറയുന്നതെന്ന് ചോദിക്കും. എന്റെ മോന് നല്ല ഇതാണ്, ബിലീഫാണ്. അതായത് അവന് സ്പെക്സ് വെക്കുന്ന ആളാണ്. എന്താണ് LKG തൊട്ടിട്ട് 6-ാം ക്ലാസ് ആയി. അപ്പൊ 6 മാസം കഴിയുമ്പോൾ തന്നെ അവന് അതിന്റെ ക്ലാരിറ്റി പറയുമ്പോൾ എനിക്കിപ്പം ബോർഡ് കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അതിന് പവർ മാറ്റേണ്ടി വരാറുണ്ട്. അപ്പൊ ഞാൻ അവന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സംഗതി പറഞ്ഞു കൊടുത്തു. അതായത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആരോഗ്യം ഉണ്ടല്ലോ, കണ്ണിനും ആരോഗ്യമുണ്ട്, കണ്ണിന് ഇത്രയെങ്കിലും കാഴ്ചയുണ്ട്, ഇപ്പൊ ഉള്ള കാഴ്ചക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ആ ഒരു ഇത് കൊടുത്തപ്പോ വർദ്ധിക്കുന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി മാറുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഇപ്പൊ കുറച്ചായിട്ട് അവൻ ആ ഒരു ഇത് വരുന്നില്ല. അവൻ തന്നെ പറയാറുണ്ട് ഇപ്പം, അല്ലെങ്കിൽ 6 month ആവുമ്പോ തന്നെ പറയും ഇപ്പം ബ്ലറായി തുടങ്ങുന്നുണ്ട്. ഇപ്പൊ കുറച്ചായി, 6 month ഒക്കെ കഴിഞ്ഞു, ഒരു 8-9 മാസമായി കണ്ണട മാറ്റാതെ നിൽക്കാൻ പറ്റുന്നുണ്ട്.
വെരി ഗുഡ്. അതാണ് എന്താ വെച്ചാൽ അത് ഈവൻ ചിലപ്പോൾ ആ കണ്ണട തന്നെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്ന രീതിയിലേക്ക് ചിലപ്പോൾ തിരിച്ചു ഇതൊക്കെ ബിലീഫ് ആവാൻ സാധ്യതയുണ്ട്. അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെ. പിന്നെ ഇപ്പോഴേ ഒരു മരുന്ന് എന്താണ് മെഡിസിൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ 20 വയസ്സാകുമ്പോൾ കംപ്ലീറ്റ് കാഴ്ച എന്നുള്ളത് അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന് അതിനുള്ള ബിലീഫും അവന് മാറ്റി കൊടുത്തു. അത് ഡോക്ടർ പറഞ്ഞതല്ലേ, നമുക്ക് കണ്ണ് തന്നത് നമ്മുടെ സൃഷ്ടാവാണ്, കാഴ്ച തീരുമാനിക്കുന്ന സൃഷ്ടാവാണ്. അപ്പൊ ഇതുവരെയുള്ള കാഴ്ചക്കും നമുക്ക് കണ്ണട വെച്ചിട്ട് കാണാൻ കഴിയുന്നുണ്ട്, അതിന് നന്ദി പറയാ. അത് ഡോക്ടർ പറഞ്ഞതാണ്, ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു ഇത് അവന്റെ മൈൻഡിൽ ഇട്ട് കൊടുത്തു. അപ്പൊ അവൻ ആ ഒരു പേടിയൊക്കെ പോയി. അപ്പൊ നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ ഇതേപോലെ പരമാവധി മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ലൈഫിലൊക്കെ ഭയങ്കര ഷിഫ്റ്റ് ഉണ്ടാവും. അത് നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കൂട്ടും അവരായിട്ട്. അവർക്ക് എല്ലാം നല്ല നമുക്കിപ്പോൾ പലപ്പോഴും പാരൻസിനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് എങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കണം, എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും മക്കളെയൊക്കെ ശരിക്കും എങ്ങനെ ഗൈഡ് ചെയ്യാം, എങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഗൈഡ് ചെയ്യാം, പ്രത്യേകിച്ച് ഇവൻ അവരുടെ ലൈഫിൽ എല്ലാ രീതിയിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിവേ ഐ എം റിയലി ഹാപ്പി ഫോർ യു. അപ്പൊ ആർക്കെങ്കിലും കോഴ്സിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന കിഡ്സിന്റെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട്. സ്റ്റുഡൻസ് EFT ഫോർ സ്റ്റുഡൻസ് ആണത്. EFT തന്നെയാണ് പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മെമ്മറി കപ്പാസിറ്റി കൂടും, ഓർമ്മശക്തി കൂടും, അതേപോലെ തന്നെ മെമ്മറി അവർക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള അവരുടെ കോംപ്രഹെൻഷൻ കപ്പാസിറ്റി കൂടും. കാരണം ഈ പ്രായത്തിൽ അവർക്ക് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ ട്രോമാസ് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ഉണ്ടായിട്ടുള്ള ട്രോമാസ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള നിങ്ങളുടെ അടുത്ത് കിട്ടിയിട്ടുള്ള നല്ല ട്രോമ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇതിൽ. കുട്ടികൾ അതിൽ നിന്ന് ഫ്രീ ആവുന്നതോടുകൂടി അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. ഈ സമയത്ത് അവരുടെ കൊഗ്നേറ്റീവ് ബ്രെയിനിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ ബ്രെയിനിൽ ഡിസിഷൻസ് എടുക്കുന്ന ചില ഏരിയാസ് ആണ് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഇത് ട്രോമ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ് ആവും, ചുരുങ്ങിപ്പോവും. ആ ബ്രെയിൻ അധികം ഡെവലപ്പ് ആവില്ല. അപ്പൊ കുട്ടികളിലൊക്കെ നമ്മളൊക്കെ ലൈഫിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്തതിന്റെ കാരണം നമ്മുടെ ബ്രെയിൻ അധികം ഡെവലപ്പ് ആയിട്ടില്ല. കാരണം ട്രോമ കിട്ടിയിട്ട് സ്ട്രിങ്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല രീതിയിലൊക്കെ എന്താ വെച്ചാൽ പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഹെൽത്തി ആയിട്ട് വരണം. അതൊരു 30 വയസ്സ് വരെ പ്രായത്തിനുള്ളിലാണ് ഇതിന്റെ ഡെവലപ്മെന്റ് പൂർത്തിയാകുന്നതെന്നാണ് പറയുന്നത് നോർമലി. അപ്പൊ കുട്ടികൾക്ക് ഇത് നേരത്തെ ഇതിങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ ഈ സമയത്ത് അവർക്ക് നല്ല ബിലീഫും നല്ല ചിന്തകളും കാര്യങ്ങളും സ്ട്രെസ് ഫ്രീ ആക്കാനുള്ള ഒരു ടൂൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് അവരുടെ ബ്രെയിൻ എന്ത് ചെയ്യും, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യും, തെളിഞ്ഞു വരും. അങ്ങനെ ആ ഒരു തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന ഹിപ്പോ ക്യാമ്പസ്, പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്, ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ എന്താ വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും ഡെവലപ്പ് ചെയ്യും. അപ്പൊ അവരുടെ മെമ്മറി പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലമാണത്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞുതരാം ഏതൊക്കെ പാർട്ടാണ് ശരിക്കും ആക്ച്വലി ബ്രെയിനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അത് ആ പാർട്ടിലാണ് കുട്ടികളുടെ പഠനത്തിന്റെ കഴിവൊക്കെ കിടക്കുന്നത്. അപ്പൊ അത് വന്നിട്ട് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഐ വിൽ ഷോ യു. ടൈമും ഒന്ന് പറയൂ സാർ, ഇതിന്റെ എപ്പോഴാണ് ടൈം? വീക്കിലി എത്ര ക്ലാസ്? ടൈമിംഗ് വീക്കിലി ഞാൻ പറഞ്ഞല്ലോ, വീക്കിലി അല്ല, അത് 5 ദിവസത്തെ ക്ലാസ് ആണ്, തിയറി ക്ലാസ് ഉണ്ടാവുക. അതിൽ നമ്മൾ അതിനുശേഷം പിന്നെ ഇത് ഈവനിങ്ങിലാണ് ഇതിന്റെ ടൈമിംഗ് വരുന്നത്. 8 PM അല്ലേ വരുന്നത്? 8 PM 8 മണി മുതൽ ഒരു 9:30 വരെയാണ് ഉണ്ടാവുക, 1.5 മണിക്കൂർ. കുട്ടികൾ എത്ര ഫീ വരുന്നത് സാർ അതിന്? 4,999 അതിന്റെ ഫീ വരുന്നത്. അപ്പൊ മാഡം ഏതൊരു മാഡം ചോദിച്ചാൽ മതി, രണ്ടുപേരുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ എനിക്കിപ്പം അത് സാർ എന്റെ മോനുണ്ട് 7th സ്റ്റാൻഡേർഡ്. അപ്പൊ ബേസിക്കലി നമുക്കത് ടീമായിട്ടൊന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് 2 മക്കൾ അങ്ങനെ 3 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഇരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആക്കാൻ ടീമായിട്ട് സംസാരിക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കേട്ടോ, ടീമായിട്ട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാം. സോ നമുക്ക് ശരിക്കും സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന, ഞാൻ നോക്കട്ടെ കേട്ടോ, ഇതിൽ ഞാൻ ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിന്റെ നമുക്ക് ട്രോമ സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുമ്പോൾ, കുട്ടികൾ എന്തുകൊണ്ട് പഠനത്തിൽ പിന്നോക്കാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ കാരണം അമിഗ്ഡല, ഹിപ്പോ ക്യാമ്പസ്, പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്, ബ്രെയിനിന്റെ 3 പാർട്ടുകളാണ്. അമിഗ്ഡല, അതേപോലെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഇമേജസ് കാണിച്ചത്. I'll show you 1 minute.
ഓക്കെ, നമ്മുടെ ബ്രെയിനിൽ നിങ്ങൾക്ക് സ്ലൈഡ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വിൽ ഷോ യു. ഇതാണ് നിങ്ങൾക്ക് കാണുന്നത് അമിഗ്ഡല എന്ന് ഇവിടെ പ്രത്യേകം മാർക്ക് ചെയ്ത് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? Can you see that? അതായത് ലിംബിക് സിസ്റ്റം നമ്മുടെ കംപ്ലീറ്റ്ലി ബ്രെയിനിലെ ഈ പാർട്ടിന് ഇവിടെ കാണുന്നത്, ഞാൻ മൗസ് പോയിന്റ് വെച്ചിട്ടുള്ള ഈ ഭാഗമാണ് എന്താ വെച്ചാൽ അമിഗ്ഡല എന്ന് പറയുന്ന പാർട്ട്. ഈ ഭാഗത്താണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഇവിടെ നിങ്ങളുടെ ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ നോക്കാം. വെൻ ചൈൽഡ് എക്സ്പീരിയൻസ് ട്രോമ, ഒരു കുട്ടി എന്ത് ചെയ്യണം ട്രോമ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സച്ച് ആസ് അബ്യൂസീവ് ആയിട്ടും ബോധം അല്ലെങ്കിൽ അതർ ഫോം ഓഫ് അഡ്വേഴ്സിറ്റി ലീഡ് ടു ബ്രെയിൻ സ്ട്രക്ചർ ഡെവലപ്പ്, അതിലേക്ക് മാറ്റങ്ങൾ വരും. എങ്ങനെയാണ്? അമിഗ്ഡല എന്ന് പറയുന്ന പാർട്ട് എന്താണ്? അമിഗ്ഡല ഈസ് ദ റെസ്പോൺസിബിൾ പ്രോസസിങ് ഫിയർ ആൻഡ് ഇമോഷൻസ്. കുട്ടികളിൽ പേടി ആയിക്കോട്ടെ അല്ലെങ്കിൽ വികാരങ്ങളായിക്കോട്ടെ, ഇതൊക്കെ എന്താ വെച്ചാൽ പ്രോസസ്സ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യും? കുട്ടികളെ അത് ബാധിക്കുന്ന ഏരിയ ആണ്. മേ ബിക്കം ഓവർ ആക്ടിങ് മേക്കിംഗ് ദ ബ്രെയിൻ മോർ സെൻസിറ്റീവ്. സ്ട്രെസ്സിലേക്ക് ഓവർ ആക്റ്റീവ് ആവും. അപ്പോൾ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ സെൻസിറ്റീവ് ആവും. അത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യും? ഹൈപ്പർ ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ ചെറിയ കാര്യത്തിന് പേടിക്കുന്ന ഒരാളെ അടങ്ങിയിരിക്കാൻ കഴിയില്ല, എന്തെങ്കിലും വികൃതി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നമ്മൾ ഈ ഒരു EFT ട്രോമ ഹീലിംഗിലേക്ക് വരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അവർ അനുഭവിച്ചുള്ള ട്രോമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ക്ലിയർ ചെയ്തു പോകും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹിപ്പോ ക്യാമ്പസ്. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ക്രൂഷ്യൽ ഫോർ മെമ്മറി ഫോർമേഷൻ. ഇതേപോലെ ബ്രെയിനിലെ വേറെ പാർട്ടാണ് മെമ്മറി. നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാനുള്ള കഴിവ് അത് ഷ്രിങ്ക് ആയി പോകും. ട്രോമ ഉണ്ടായി കഴിഞ്ഞാൽ ഷ്രിങ്ക് ആവുന്ന ചുരുങ്ങിപ്പോകും. അതിന് വളർച്ച പൂർണ്ണമാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് വെച്ചാൽ ഓർമ്മിച്ചെടുക്കാൻ കഴിയില്ല, ഓർമ്മക്കുറവുണ്ടാവും, കുട്ടികൾക്ക് പഠിക്കാനൊന്നും കഴിയില്ല. അപ്പം മാതാപിതാക്കളുടെ ഇടയിൽ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഒരു പേടിയായിരിക്കും. ഇന്നെന്താ വഴക്കുണ്ടാകും, ഇന്നെന്താ പ്രശ്നം ഉണ്ടാകുക, ഇന്ന് മാതാവ് എന്നെ അടിക്കുമോ, എന്നെ വഴക്ക് പറയുമോ, അല്ലെങ്കിൽ വേറെ എന്ത് സംഭവിക്കുമോ, അല്ലെങ്കിൽ പാരൻസ് തമ്മിൽ വഴക്കുണ്ടാവും. ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവരുടെ മെമ്മറി കപ്പാസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന സംഗതി ഇത് ഷ്രിങ്ക് ചെയ്യും. പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്, ഇമ്പൾസ് കൺട്രോൾ. മേ ബി ആൾസോ അണ്ടർ ഡെവലപ്പ്. നമ്മുടെ അതെന്ന് വെച്ചാൽ ട്രോമ കടന്നു പോയി കഴിഞ്ഞാൽ അത് അണ്ടർ ഡെവലപ്ഡ് ഗ്രോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സാമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യും? അവർക്ക് അത് ബാധിക്കും. അവർക്ക് അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് അത് ചെയ്യാനോ കാര്യങ്ങളോ ചെയ്യാൻ കഴിയില്ല. ഇത് നമ്മൾ എന്താ വെച്ചാൽ ഈ 3 പാർട്ടിനെ ഹീൽ ചെയ്യുക ബ്രെയിനിൽ. ഇത് EFTയിൽ നമ്മൾ ഈ അഡൽസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന EFTയിൽ ഇത് ചെയ്യും. കുട്ടികൾ ഇത് പെട്ടെന്ന് ഷിഫ്റ്റ് നടക്കും. കാരണം അവരിത് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. അവരുടെ മൈൻഡിൽ ക്രിട്ടിക്കൽ മൈൻഡ് ഫിൽറ്റർ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടില്ല. ക്രിട്ടിക്കൽ മൈൻഡ് ഫിൽറ്റർ ഏകദേശം എട്ടാമത്തെ വയസ്സിനുള്ളിൽ അതിങ്ങനെ രൂപപ്പെട്ടു വരും. പിന്നെ അതിങ്ങനെ സ്ട്രോങ് ആയി അപ്പോഴും അത് ലൈറ്റാണ്. ഈവൻ ടീനേജ് പീരീഡിൽ വരെ അത് ലൈറ്റാണ്. 20, 21, 22 വയസ്സ് വരെ ലൈറ്റാണ്. പിന്നീട് അതങ്ങ് സ്ട്രോങ് ആവും വേറെ രീതിയിൽ. 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി പോയിട്ടുണ്ടാവും. പിന്നെ 30, 35 വയസ്സിന് ശേഷം 40 ആയി കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിക്കാൻ അത്യാവശ്യം നല്ല പാടാണ്. കാരണം അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രായം കൂടുന്തോറും അവർക്ക് പിടിവാശി അല്ലെങ്കിൽ അവർ ഭയങ്കര കടുത്ത വാശിയിലേക്ക് പോകും. അവരുടെ റിലീസ് സിസ്റ്റം പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. 45 വയസ്സാകുമ്പോഴേക്കും ഈ യങ്ങായിരിക്കുന്ന സമയത്ത് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യും? ഉഷാറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഐ ആം ഓഡിബിൾ? സ്റ്റക്കായി എന്ന് പറഞ്ഞു. സാർ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണല്ലോ, നമുക്ക് ഇത് മുന്നേ കിട്ടിയതെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ കുട്ടികൾക്ക് എന്ത് വെച്ചാൽ EFT പ്രോഗ്രാം എന്ത് ചെയ്യുക? നിങ്ങൾ കുട്ടികൾക്കുള്ള ഈ പ്രോഗ്രാം എന്ത് ചെയ്യും? നിങ്ങൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ. അതെ, ഇപ്പൊ കുട്ടികളില് എപ്പോഴും ഉറങ്ങണ ഒരു പ്രകൃതം കാണണ്ടെന്നുണ്ടോ? സ്ട്രെസ് കൊണ്ടാണ്. ദേ ആർ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് സ്ട്രെസ്. അവരുടെ ബോഡി ഈ ഉറക്കം എന്ന് പറയുന്നത് പെട്ടെന്ന് സുഖം കിട്ടുന്ന സംഗതിയാണ്. പെട്ടെന്ന് നമ്മള് ഭക്ഷണം കഴിക്കാൻ വിളിച്ച് എണിക്കും, പിന്നെ കാണാൻ ആള് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കില്ല കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉറങ്ങിണ്ടാവും. പിന്നെ വീണ്ടും ഇപ്പൊ നിസ്കരിക്കാൻ വീണ്ടും എണിക്കും, പിന്നെ അപ്പൊ തന്നെ ഉറങ്ങും പോയിട്ട്. അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഉറങ്ങുന്നതാണ്. ഇത് അവരുടെ ബോഡി പാറ്റേൺ ആയിട്ടുണ്ട്. ഉറങ്ങിയാൽ എല്ലാം മറക്കാം, എല്ലാ സ്ട്രെസ്സും മറക്കാം. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്ക്. അവർക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടോ? അവരെന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സംഗതികൾ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ അവരുടെ ബോഡി ഡെവലപ്പ് ചെയ്തൊരു ഒളിച്ചോട്ടമാണത്. അപ്പൊ അത് നമ്മളിങ്ങനെ ഉറങ്ങരുത് പറഞ്ഞൊരു കാര്യമില്ല. അവരാദ്യം തെറാപ്പി ഹീൽ ചെയ്യുക. അവർക്ക് സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. അവർക്ക് ഉണർന്നിരുന്നാലും നല്ല സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. സേഫ് സ്പേസ് എന്താണ്? ഓക്കെ, നമ്മൾ പ്രശ്നങ്ങളോ അധികം ഉണ്ടാക്കരുത്. അത് ഉണ്ടാക്കാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ധൈര്യത്തോടു കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും ഇഷ്ടത്തോടു കൂടി ഉണർന്നിരിക്കാനും അവർക്ക് താല്പര്യമാണ്. നാച്ചുറലി അവരുടെ ബോഡി ഡെവലപ്പ് ചെയ്യുന്നത് അവർ അറിയാതെ ചെയ്തു പോകുന്നതാണ്. അതിനും അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബോഡിക്ക് അങ്ങനെ ഒരു സാധനമുണ്ട്.
നമ്മുടെ ബോഡിക്ക് ഒരു മൈൻഡ് ഉണ്ട്. വി ഹാവ് എ മൈൻഡ്. നമ്മുടെ ഈ ചിന്തിക്കുന്ന ബ്രെയിനെ പോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഈ നമ്മുടെ എൻ്റയർ ശരീരത്തിലാണ് മൈൻഡ് ഉള്ളത്. അപ്പൊ എൻ്റയർ ശരീരത്തിന് എന്താ വെച്ചാൽ ഇത് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ഫീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അവർക്ക് മെഡിറ്റേഷൻ പോലെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? എങ്ങനെ മെഡിറ്റേഷൻ പോലെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ കുട്ടികൾ അവർക്ക്? അതാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഈ ടൂളുകൾ പഠിപ്പിക്കാൻ പറ്റും. ഇതാണ് ഇത്തരത്തിലുള്ള ടൂളുകൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. സോ അതെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ. അതിപ്പോ നമുക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ കുട്ടികളുടെ, അതിപ്പോ 7th സ്റ്റാൻഡേർഡ് എന്നല്ലേ പറഞ്ഞപ്പോ എത്ര ഏജ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യണേ? 7th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഏതായിരിക്കും ചോദിച്ചു? നിങ്ങളും ഗസ് ചെയ്ത് നോക്കൂ. അല്ല, ഒരു 10th കഴിഞ്ഞ് അങ്ങനെ പറ്റുമോ? 12 10th പറ്റും, കുഴപ്പമില്ല. 10th അല്ല, 10 വയസ്സായ കുട്ടികൾക്ക് ഓക്കെ ആണോ? 10 വയസ്സായ കുട്ടികൾക്ക്, അതായത് നിങ്ങൾ 10 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആളാണ് ചോദിക്കുന്നത് അല്ലേ? 5th പഠിക്കുന്നത്. അതെ, അവർക്കത് ഉപയോഗിക്കാം. ആക്ച്വലി നമ്മൾ 7th എന്ന് പറയുന്നത് നമ്മളൊരു ഏജ്, കാരണം ഏറ്റവും എല്ലാവരും വന്നിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം കാര്യങ്ങൾ അടങ്ങിയിരുന്ന് കേൾക്കാനും മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡുള്ള കുട്ടിക്ക് എന്ത് ചെയ്യാം, ഇത് വരാൻ പഠിക്കും. സിമ്പിളാണ്. അങ്ങനെ ഭയങ്കരമായ റെസ്ട്രിക്ഷൻ വെക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ നല്ലതെന്താ വെച്ചാൽ കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് പറ്റില്ല. ഇപ്പം 4th സ്റ്റാൻഡേർഡ് നമുക്കത് തിരിച്ചറിയാനുള്ള ഒരു ഇതുണ്ട് ഓക്കെ ആണെന്നല്ലേ? ഓക്കെയാണ്. കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനുള്ള റെസ്പോൺസിബിൾ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഓക്കെ ആണ് കേട്ടോ. ലൈവ് ക്ലാസ് ആയിരിക്കും അത് കേട്ടോ. ലൈവ് ആയിരിക്കും, സൂമിലായിരിക്കും. 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു 9:30 വരെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ നല്ല രസമായിരിക്കും അവർക്കത്. കാരണം ഈ ടാപ്പിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇതൊരു ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യും. അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. നമ്മളെപ്പോലെയല്ല, കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരത് പെട്ടെന്ന് അവരുടെ മൈൻഡ് പെട്ടെന്ന് വിശ്വസിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഷിഫ്റ്റ് ആയിരിക്കും. അവർക്ക് വിഷ്വലൈസേഷൻ പവർ കൂടും, ക്രിയേറ്റിവിറ്റി കൂടും, അവരുടെ പഠനം ഉഷാറാവും, എല്ലാം കൊണ്ട് അടിപൊളിയായിട്ട് പോകും. ഓക്കെ. കാരണം അവർക്ക് ഇങ്ങനത്തെ ഒരു സ്നേഹവും അപ്രോച്ചും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ പറഞ്ഞതുപോലെ 5-ാം തീയതിയാണ് ആരംഭിക്കുന്നതിന്റെ രജിസ്ട്രേഷനൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി നൗ ആൻഡ് ദെൻ ഡു ഇറ്റ്. ഹെൽപ്പ് ദം ടു ഹീൽ ഇറ്റ്. അതായത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ലൈഫ് ലോങ് അവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. ഇപ്പൊ തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും, അവർക്ക് സ്കൂളിൽ സ്കോർ ചെയ്യാനൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം. സ്കൂളിൽ നന്നായിട്ട് സ്കോർ ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. എല്ലാവരുടെ ഇടയിലും നിങ്ങൾക്ക് എന്താ വെച്ചാൽ മറ്റുള്ള ആർക്കും കിട്ടാത്തൊരു സ്കില്ല് ഗിഫ്റ്റും അവർക്ക് കിട്ടുകയാണ്. അപ്പൊ അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ആരോടും പറയാതെ അവരുടെ ലൈഫ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവരിങ്ങനെ അച്ചീവ് ചെയ്ത് പോകും. അവർ പിന്നെ നിങ്ങൾ കൂടുതൽ അതിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് തന്നെ അറിയാം. അവരെപ്പോഴും പറയും. ഇപ്പം എൻ്റെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ മക്കളൊക്കെ എന്ന് വെച്ചാലും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ ഒരു ടാപ്പിംഗ് ചെയ്യും, EFT ചെയ്യും. എന്നിട്ട് അവർ പറയും വിഷ്വൽ ചെയ്യണം. അവരുടെ ഉമ്മമാരോട് മാതാവിനോട് പറയും. എന്ന് വെച്ചാൽ ഉമ്മമാരോട് പറയും വെച്ചാൽ നിങ്ങൾ വിഷ്വൽ ചെയ്യണം കേട്ടോ, ഞാനും വിഷ്വൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. ഭയങ്കര രസമാണ്. ഇവരിത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ഓക്കെ, ബിക്കോസ് ദേ ആർ വെരി ഗുഡ് സോൾസ്, റൈറ്റ്? കുട്ടികളല്ലേ, ചെറിയ മനസ്സല്ലേ, അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പോലെ അല്ല. നമ്മൾ ഒരുപാട് അനലൈസ് ഒന്നും അവർ ചെയ്യില്ല. അവർക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഉപയോഗിക്കാൻ തുടങ്ങും. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. സോ ലെറ്റ്സ് ദം ഡു ഇറ്റ്. Okay, അവർക്ക് ലോജിക് ഉണ്ടാവില്ല, അവർക്ക് മാജിക്കിലായിരിക്കും കൂടുതൽ വിശ്വാസം. So they will believe in magic and they love to believe in that magical world. കുട്ടികൾ എപ്പോഴും ആ മാജിക്കൽ വേൾഡിലല്ലേ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് എപ്പോഴും ഇങ്ങനത്തെ സംഗതികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതൊരു മാജിക് പോലെ കൊണ്ടുനടക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർ ഭയങ്കര പോസിറ്റീവായി മാറും. അവർക്ക് എന്ത് നടക്കും എന്നുള്ള ഭയങ്കര വേറൊരു വിശ്വാസം അവർക്ക് വരും. ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഇന്ന് നമ്മൾ പഠിപ്പിച്ചതുപോലെ അവരുടെ കൊഗ്നേറ്റീവ് ഷിഫ്റ്റ് നടക്കും. അവരൊരിക്കലും നെഗറ്റീവായിട്ട് പിന്നെ സംസാരിക്കില്ല. നമ്മൾ അവരുടെ നല്ലൊരു ആള് കറക്റ്റായിട്ട് പറഞ്ഞു നെഗറ്റീവ് ഒന്നും സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതങ്ങ് വിശ്വസിക്കും. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നീട് നെഗറ്റിവിറ്റി സംസാരിക്കില്ല. അവരിങ്ങനെ അതില്ല ആ സംഗതികളൊക്കെ അവരെന്ത് ചെയ്യും, ഹീൽ. പിന്നെ നമ്മൾ ഈ ട്രോമാസ് ഹീൽ ചെയ്യുന്നതോടുകൂടി, ചെറുപ്പത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് ഒക്കെ ക്ലിയർ ചെയ്ത് വിടുന്നതോടുകൂടി അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ ചെയ്ത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പൊ അതോടുകൂടി എന്താ വെച്ചാൽ അവരെ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് EFT എന്ന് പറയും. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു അപ്പൊ അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് കാണാം. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മുടക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. ബട്ട് ദിസ് ഇസ് എ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ്, നോട്ട് ഫോർ ഒരു 15 ദിവസത്തേക്കുള്ള ഒരു സംഗതി അല്ല ഇത് നിങ്ങൾ കാണുന്നത്. അവരുടെ കരിയറിൽ ലൈഫ് ലോങ് കൊണ്ടു നടക്കാം. പിന്നെ അവർ നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണ്. ആൻഡ് ദേ ക്യാൻ ആൾസോ ജോയിൻ ദ ഹീലിംഗ്. അവർക്കായിട്ട് സ്പെഷ്യൽ ഹീലിംഗ്സുകളും സംഗതികളൊക്കെ പിന്നെയും നമ്മൾ കൊടുക്കുന്നുണ്ടാവും. സ്റ്റുഡൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ അലോങ് ദ വേ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അഡൽസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ തന്നെ. സോ ദെൻ അവർക്ക് എന്ത് ചെയ്യാം, പിന്നെ അവർ മോർണിംഗ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ അവർ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ പിടിച്ചാൽ കിട്ടില്ല, ടോപ്പ് പെർഫോമൻസിലേക്ക് അവർ പോകും. ഓക്കെ, സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി, ചേഞ്ച് യുവർ ലൈഫ്. താങ്ക് യു.
ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. നാളെ കാണാം. ഓക്കെ, താങ്ക് യു.